നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു മരിച്ചത്. ചികിത്സ കിട്ടാതെയായിരുന്നു ആ കുഞ്ഞിൻ്റെ മരണം. വീട്ടിൽ പ്രസവിച്ച കുട്ടിയാണ്. ആ കുട്ടിക്ക് യാതൊരുവിധ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സാ സഹായവും നൽകിയിട്ടില്ല. അതിന് വാക്സിനുകൾ നൽകിയിട്ടില്ല. മഞ്ഞപ്പിത്തം ബാധിച്ചാണ് കുഞ്ഞു മരിച്ചതെന്നും മഞ്ഞപ്പിത്തം അവസാനം ചികിത്സിക്കാതെ അത് തലച്ചോറിനടക്കം ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നുള്ള സൂചനകളുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറേ വിഭാഗം ആളുകൾ ഈ ആധുനിക ചികിത്സയാകെ കുഴപ്പമാണെന്നും പ്രകൃതിയിലേക്ക് നോക്കൂ, നിങ്ങൾ പ്രകൃതിയിൽ മൃഗങ്ങളെല്ലാം പ്രസവിക്കുന്നില്ലേ, മൃഗങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ വളരുന്നില്ലേ, അവയ്ക്കൊന്നും ഒരു അസുഖവുമില്ലല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചികിത്സ, ആധുനിക ചികിത്സ, ഇതെല്ലാം തട്ടീരാണ്, ഇതെല്ലാം മരുന്ന് മാഫിയയുടെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഇത് മനുഷ്യനെ മനഃപൂർവ്വം പറ്റിക്കാനാണ്, അതിന് മതത്തിൻ്റെ മേലങ്കി ചാർത്തുന്ന ആളുകൾ വരെയുണ്ട് ഇത്തരത്തിലൊക്കെ. പക്ഷേ അവരൊക്കെ ഒന്നോർക്കണം, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ശരാശരി ഇന്ത്യക്കാരൻ്റെ ആയുർദൈർഘ്യം 30 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ മാത്രമായിരുന്നു എന്നത് ഓർക്കണം. അതിന്ന് 70 വയസ്സിന് മുകളിലേക്ക് എത്തിയത് ഈ മരുന്ന് നൽകി തന്നെയാണ്, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചും വാക്സിൻ ഉപയോഗിച്ചും ഒക്കെ തന്നെയാണ് നമ്മുടെ ആയുർദൈർഘ്യം ഉയരുന്നത്. പണ്ട് ഇതിന് വലിയ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നവരൊക്കെ പണ്ട് ഒരു അസുഖം വന്നാൽ ആ അസുഖം കൊണ്ട് തന്നെ മനുഷ്യൻ മരണപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടാമതൊരു അസുഖം വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആദ്യത്തെ അസുഖം മാറിയതിൻ്റെ മറ്റേതെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടോ ഒന്നും ബുദ്ധിമുട്ടേണ്ട അവസ്ഥയുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ഒരു അസുഖം വരുന്നു, ആ അസുഖം കൊണ്ട് മാറുന്നു. എത്രയോ പേർ നെഞ്ചരിച്ചിലാണ് എന്ന് പറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്. നെഞ്ചരിച്ചിൽ വന്ന് മരിച്ചു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്കിനുള്ള ചികിത്സയോ അല്ലെങ്കിൽ അത്തരം സഹായങ്ങളോ ഒന്നും ലഭ്യമായിട്ടില്ല. അപൂർവം കുറച്ച് പേരൊക്കെ ഇങ്ങനെ വലിയ 80 വയസ്സ് വരെയും 100 വയസ്സ് വരെയും ഒക്കെ ജീവിച്ചിരുന്നവരുടെ കഥകൾ കാട്ടി പണ്ട് എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ചിലർ വാദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ അതിൽ വിദ്യാഭ്യാസം ലഭിച്ചവരടക്കമുണ്ട് ഇത്തരം പിന്തിരിപ്പൻ നിലപാടുകാരിൽ. അത്തരം വ്യാജ അശാസ്ത്രീയ ചികിത്സാ രീതികൾ ഇതുപോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയൊക്കെ ആശ്രയിക്കുന്ന ആളുകൾ 2-3 മാസം എവിടെയെങ്കിലും പോയി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാ ചികിത്സയ്ക്കും, ക്യാൻസർ അടക്കം ആധുനിക വൈദ്യശാസ്ത്രം തോക്കുന്നിടത്ത് ഞങ്ങളിതാ ജയിക്കുന്നു എന്നൊക്കെ മട്ടിലാണ് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത്തരം ചികിത്സാ രീതികളെ ആകെ നിരോധിക്കേണ്ടതല്ലേ, അവയാകെ നിയന്ത്രിക്കേണ്ടതല്ലേ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തലശ്ശേരിയിൽ നിന്നും ശ്രീ ദിവാകരനാണ്. ശ്രീ ദിവാകരൻ, ഈ ആധുനിക കാലത്തും ഈ ആധുനിക ചികിത്സയൊന്നും വേണ്ടതില്ല, വീട്ടിൽ പ്രസവിച്ചാൽ മതി, പനി വന്നാലോ അസുഖം വന്നാലോ മഞ്ഞപ്പിത്തം വന്നാലോ മരുന്നൊന്നും കഴിക്കേണ്ടതില്ല, ഡോക്ടറെ കാണേണ്ടതില്ല എന്നൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ആളുകളില്ലേ? എന്ത് ചെയ്യണം ഇത്തരം ആളുകളെയൊക്കെ? താങ്കൾ തന്നെ, ബഹുമാനപ്പെട്ട താങ്കൾ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് റിപ്ലൈ കൊടുത്ത്. അപ്പോ എത്രയോ യുഗത്തിന് മുമ്പിലുള്ള ചിന്താഗതിയായി ഈ കാടം സ്വഭാവമല്ലേ. അതായത് ഈ പശ്ചിമഘാതികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ പ്രകൃതിദത്തമായിട്ട് കിട്ടും. അതിന്റെ മറ്റുള്ള അതിന് രോഗം മാറ്റേണ്ട കഴിവ് അതിനുണ്ട്. മനുഷ്യൻ അതല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയും വകതിരിവുണ്ട്. പശ്ചിമഘാതികൾ ബുദ്ധിയിലും വകതിരിവില്ല. അപ്പോ ഈ കുട്ടിക്ക് ലങ്സിന് ലിവറിന് മഞ്ഞപ്പിത്തം ബാധിക്കുക. അച്ഛനും അമ്മേനെയും കാണുമ്പോൾ നല്ല മോഡറേറ്റ് പോലെ ഉണ്ടല്ലോ, നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇതിലും ഞാൻ മാധ്യമത്തിൽ കണ്ടിന് ഫോട്ടോസ്. എന്തൊരു കഥയാ ഇതെല്ലാം ഇങ്ങനെയുള്ള. ഞനക്കിപ്പോ 73 വയസ്സായി. നമ്മളെല്ലാം അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെല്ലാം ഉണ്ട്, നമ്മള് നല്ല നിലയിലെ നമ്മൾ നോക്കുക. അതൊന്ന് ഇതിനെല്ലാം എന്തൊരു വിവരക്കേടായത്. ഇതിന്റെ കൊറോണ വൈറസ് വന്നേരം കുറെ ആൾ ചത്തൊടുങ്ങിയേരം കുറെ ആൾക്ക് ഇമ്മ്യൂണിറ്റി പവർ അത് വേണ്ട, അത് തെറ്റാ. അതുകൊണ്ട് എത്ര ആള് മരിക്കാണ്ടായി. ഇതിനെല്ലാം വിവരക്കേട് എങ്ങനെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, ഈ പുതിയ കാലത്തും ചില ആളുകളൊക്കെ ഈ കുഞ്ഞിൻ്റെ മരണം യഥാർത്ഥത്തിൽ ആ കുഞ്ഞിൻ്റെ കൊലപാതകം എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. ആ കുഞ്ഞിന് ഒന്നും അറിയില്ല, അതിന് കൊടുക്കേണ്ട വാക്സിൻ, ഈ സമൂഹം നിഷ്കർഷിക്കുന്ന വാക്സിനുകളൊന്നും ആ കുഞ്ഞിന് നൽകിയിട്ടില്ല. ആ മഞ്ഞപ്പിത്തം ബാധിച്ച് അതിൻ്റെ തലച്ചോറിൽ വരെ അത് എത്തുന്നത് വരെ അതിന് ഒരു ചികിത്സയും നൽകിയില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉള്ളവർക്കെതിരെ കൊലപാതക കേസിനടക്കം കേസെടുക്കുകയല്ലേ വേണ്ടത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഒരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. ഇന്നലെ നമ്മളെ പ്രദീപ് തിരുവനന്തപുരം ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ കിരണ് മനസ്സിലാവും. കിരണ് തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്റെ അഭിനന്ദനം. അങ്ങനെയുള്ള ആൾക്കാർ വേണം ഇതില്. അപ്പോ ടിക് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞ പോലെ പോട്ടെ. അപ്പൊ ഈ കാര്യത്തിലേക്ക് വരാം. ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞിട്ട് തുടങ്ങാം. 2 മിനിറ്റ് മതി എനിക്ക്.
എന്റെ മകന് ഈ ചുമ മൂക്കടത്ത് ഇതൊക്കെ ആയിട്ട് ഇപ്പല്ല വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോ അയാളൊരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ അക്യൂപങ്ക്ചർ ചികിത്സയുണ്ട്, അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പാലക്കാട് പോയി ഒരാഴ്ച വയറില് മറ്റേ സൂചി കുത്തുക, കാലിന്റെ അടിയിൽ സൂചി കുത്തുക. അവന് വല്ലാത്ത വിഷമത്തിലായി, അസുഖം മാറിയില്ല. അപ്പോഴാണ് ഡോക്ടറെ പോയി കണ്ടത്. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നോക്കിയത് ഈസോഫിലിയ കൗണ്ട് കൂടിയതാണ്. അത് നിസ്സാര ഗുളിക കഴിച്ചിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇത് മാറി. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ആലത്തൂർ ഭാഗങ്ങളിലൊക്കെ നേരത്തെ ഇപ്പോഴും ചില ഭാഗത്ത് കാണുന്നുണ്ട് ഈ പൈൽസിന്റെ ചികിത്സ എന്ന് പറഞ്ഞു, ഒറ്റമൂലി. അതൊരു പൈൽസിനൊക്കെ ആളുകൾക്ക് പൈൽസൊക്കെ വന്നാൽ പണ്ടത്തെ കാലത്ത് മറ്റുള്ളവർ പറയാൻ മടിയായതുകൊണ്ട് ഈ ഒറ്റമൂലിക്കാരെടുത്ത് പോകും. അങ്ങനെയൊക്കെയാണല്ലോ ഇവരെല്ലാം തഴച്ചു വളരുന്നത്. ഈ അക്യുപങ്ക്ചർ എന്നൊക്കെ പറഞ്ഞാൽ 2-3 മാസം എവിടെയെങ്കിലുമൊക്കെ ആരുടെയും കൂടെ നിന്നിട്ട് പിന്നീട് നാട്ടുകാരുടെ ഏത് അസുഖം അർബുദം വന്നാൽ പോലും അത് ക്യാൻസർ വന്നാൽ ഞങ്ങൾ മാറ്റിത്തരാം, അല്ലെങ്കിൽ ഏത് ആധുനിക വൈദ്യശാസ്ത്രം തള്ളുന്നവരെല്ലാം മാറ്റുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ചികിത്സ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ പൈൽസിന്റെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പൊ ബോർഡ് കാണാനില്ല. ഇപ്പോ അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് മക്കൾ എന്ന് പറഞ്ഞിട്ട് ഈ മറ്റേ BHMS പോലും ഇല്ലാത്ത ഈ എവിടുന്നോ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഹോമിയോ ഡോക്ടർമാർ ഒരു പാക്കേജാണ്. എന്റെ കൂടെ ജോലി ചെയ്ത ഒരാൾക്ക് ഇപ്പോഴും ഇല്ല, മക്കളില്ല, ഒരുപാട് കാലം. പിന്നെ നാണക്കടായിട്ട് പുറത്ത് പോകണ്ടോന്ന് അറിയില്ല, ഇത് രഹസ്യമായിട്ട് പോയാലും അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഹോമിയോപ്പതി ഒരു ചികിത്സാ രീതിയാണ്, അത് ശാസ്ത്രീയമായി സർക്കാർ അംഗീകരിക്കുന്നതാണ്. അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളും നിരവധി ഉണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത്തരം അശാസ്ത്രീയമായ ചികിത്സാ പ്രവണതകൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്, അല്ലെങ്കിൽ അതിന് പ്രചാരം കൂടി വരുന്നുണ്ടോ? ഇതിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഹലോ, ശ്രീ മഹി പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. സാർ, പിന്നെ ഇവിടെ മനോരമ ചാനല് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നതാണ് ശൈലജ ടീച്ചറും നീരാജോസും അഴിമതിയാണെന്ന്. ഈ ശിവകുമാർ നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ വിഷയത്തെ കുറിച്ച് താങ്കൾ സംസാരിക്കൂ. വിഷയം അല്ല, ഇതും സംസാരിക്കല്ല. ഇത് സംസാരിക്കുന്ന തൽക്കാലം നമ്മുടെ വിഷയം അവർ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല. നമ്മുടെ വിഷയം അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ കേരളത്തിൽ വ്യാപിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ശരി, ശ്രീ ഇടയം മുരളിയാണ്. ശ്രീ ഇടയം മുരളി, കേരളത്തിൽ മനുഷ്യൻ കൂടുതൽ വിദ്യാഭ്യാസമ്പന്നരാവുകയും കൂടുതൽ അറിവുകൾ വരികയും ഒക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പോലും എന്തിന് നമുക്ക് ഒരു മരുന്ന് കിട്ടിയാൽ ആ മരുന്നിൽ എന്തെല്ലാം അംശങ്ങളുണ്ട് എന്ന് ജസ്റ്റ് നമ്മുടെ മൊബൈലിൽ സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റുകളും എല്ലാം കണ്ടെത്താൻ കഴിയുന്ന ഈ കാലത്താണ് ഈ ചില ആളുകളൊക്കെ ഈ അശാസ്ത്രീയ ചികിത്സാ രീതിക്ക് പിന്നാലെ പോവുകയും കുഞ്ഞുങ്ങളുടെ ജീവനടക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടത്? നമസ്കാരമുണ്ട്. അശാസ്ത്രീയ ചികിത്സകള് പാടെ തള്ളിക്കളയും. അത്തരം ചികിത്സകൾ നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ചപ്പോ സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എക്സ്പയറി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ സാർ പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല, പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ റിപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ വെറുതെ പറയുന്ന ആളല്ലെന്ന് സാറിന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ തന്നെയാണ് നെടുമങ്കാവ് PH സെന്ററിൽ പോയി പനിക്ക് മരുന്ന് വാങ്ങിച്ചപ്പോ ഈ മൂക്കടപ്പിനുള്ള മരുന്ന് വാങ്ങിക്കുകയും എനിക്ക് 5-ാം മാസത്തെ മരുന്നെടുത്ത് തരികയും ചെയ്തു. ഞാൻ 6-ാം മാസം കഴിഞ്ഞ 14-ാം തീയതിയാണ് ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചത്. അപ്പോ സാറ് കാണാതെ അവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെയൊന്നും അങ്ങനെയല്ല ശ്രീ ദേമുള്ളി. സാധാരണഗതിയിൽ കേരളത്തിലെ ആശുപത്രികളുമായി, സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് അങ്ങനെ എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ നൽകുന്ന അവസ്ഥയില്ല. എവിടെയെങ്കിലും ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു താങ്കളോട്, എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ താങ്കൾ അത് തെളിവ് സഹിതം നൽകിയാൽ നമുക്ക് വാർത്തയടക്കം നൽകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നമ്മളെങ്ങനെ സാറിന്റെ നമ്പർ പോലും ഇല്ലാതെ ഞങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മുടെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇപ്പോൾ താങ്കൾക്ക് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ വേണമെങ്കിൽ തരും, അല്ലെങ്കിൽ ഓഫീസ് നമ്പർ തരും. ആ ഓഫീസ് നമ്പറിൽ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഇന്റർനെറ്റ് സെർച്ച് ചെയ്താൽ ഏത് സമയത്ത് നമ്പർ കിട്ടും. ആ നമ്പർ കിട്ടാത്തതൊന്നും ഒരു പ്രശ്നമാണ്. ഇടയമുള്ളിയെ പോലെ ഒരു പൊതുപ്രവർത്തകൻ, ഒരു മാധ്യമപ്രവർത്തകന്റെ നമ്പർ കിട്ടാനോ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ നമ്പർ കിട്ടാനോ ഇത്ര പ്രയാസമാണെന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അല്ല, കൊട്ടാരക്കര റിപ്പോർട്ടർ നമ്പർ ഉണ്ട്, അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുക്കാം. ശരി, ഓക്കെ. ഞാൻ പറയട്ടെ, കേരളത്തിൽ ആരുടെ ഇപ്പൊ എനിക്ക് ഇതേമുരളിയുടെ നമ്പർ സംഘടിപ്പിക്കണമെന്ന് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് കഴിയില്ല. അതുപോലെ താങ്കൾക്ക് എന്റെ നമ്പർ വേണമെന്ന് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് കഴിയില്ല. അതിനൊന്നും പ്രയാസപ്പെടേണ്ട. നമ്പർ വിളിച്ചാൽ ഇവിടുത്തെ നമ്പരോ അല്ലെങ്കിൽ എന്റെ നമ്പരോ ഏത് വേണമെങ്കിലും. അപ്പൊ എന്റെ പേര് ഇടയം ഡായാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇടയം എന്നാണല്ലേ? ഇടയാണ്. ആ ഇടയമാണ് എന്റെ ശക്തി എന്ന് പറയുന്നത്. ശരി, ഓക്കെ. അപ്പൊ ഇനി അത് പേര് പേര് നമ്മുടെ ഇതിൽ ടൈപ്പ് ചെയ്യുന്നതോട് പറയാം, ഇടയം മുരളി എന്ന് തന്നെ കൊടുക്കണം. ഇടയമാണ് എന്റെ ശക്തി. ആ ഇടയം കൂടെ എന്റെ പേരിന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വലിയൊരു ശക്തിയാണ്. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ ഒരു മുരളി ഉള്ളത് നല്ലതാണ്. ശരി, നമുക്ക് ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ,
ഇത്തരത്തിൽ അശാസ്ത്രീയമായ ചികിത്സാ രീതിയിലെ ആശ്രയിക്കുന്നവർ വിദ്യാസമ്പന്നർ പോലുമുണ്ട്. ഇതിപ്പോൾ ഈ കുഞ്ഞ് 1 വയസ്സുള്ള കുഞ്ഞ് മരിച്ചത് ആ കുഞ്ഞിന് ചികിത്സ കൊടുക്കാൻ ശേഷിയില്ലാത്ത അച്ഛനും അമ്മയും ഒന്നും ആയിരുന്നില്ല, അവർക്ക് ശേഷിയുള്ളവരുമൊക്കെ ആയിരുന്നു. പക്ഷേ എന്നിട്ടും ആ കുഞ്ഞിൻ്റെ തലച്ചോറിൽ വരെ മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം അവിടെ വരെ എത്തുന്ന ഒരവസ്ഥ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ഈ ഇത്തരക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? വേറെ കാര്യമുണ്ട് ജോൺ ബാബു. ഈ മഞ്ഞപ്പിത്തത്തിന് പച്ചമരുന്ന് എൻ്റെ അറിവിൽ ഒരു കുട്ടീനെ എൻ്റെ നാട്ടില് പൂർണ്ണമായിട്ടും അലോപ്പതി ഡോക്ടർമാർ കൈവിട്ടപ്പോൾ ഈ വിളക്കോടുള്ള ഒരു ചെത്തുകാരൻ അയാൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞു നിങ്ങളെ കുട്ടീനൊക്കെ കാണണം എന്ന് പറഞ്ഞ് കാണിച്ചു. ആ കുട്ടീനെ അച്ഛൻ പറഞ്ഞു മോനെ അയാൾക്ക് ഏടി കൊണ്ടുപോകാൻ നിവൃത്തിയില്ല, മണിപ്പാലോ മംഗലാപുരത്തോ കൊണ്ടുപോകാനാ പറയുന്നു പറഞ്ഞു. അങ്ങനെ ഇയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ മരുന്നുണ്ട് ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഇയാൾ മരുന്ന് കൊടുത്തപ്പോൾ എൻ്റെ അനുഭവത്തിലുള്ള ഒറ്റ പ്രാവശ്യം മരുന്ന് കൊടുത്തപ്പോൾ കുട്ടിയെ വയറൊക്കെ തീർത്ത് മൊത്തം മഞ്ഞ കളറായിരുന്നു. ആ കുട്ടി ഇന്ന് കാക്കങ്ങ ടൗണിൽ വലിയ രീതിക്ക് ഒരു പച്ചക്കറി കട നടത്തുന്നുണ്ട്. നമുക്ക് അലോപ്പതിനെ ഈ ആയുർവേദത്തെ തള്ളി പറയാൻ പറ്റൂല. പക്ഷെ ഇപ്പോ ഈ അലോപ്പതിയിൽ ചില ഉസ്താക്കന്മാർ ഇന്ന് ഒരു ഉസ്താദിനെ വീഡിയോ കണ്ടു. അയാൾ വന്ന് അനക്ക് 9 മക്കളുണ്ട്, ഇതുവരെ ആശുപത്രിയിൽ പ്രസവിച്ചിട്ടില്ല, ഈ സ്കാനിങ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ടാകുന്ന പുള്ളി പറഞ്ഞ് ഈ രശ്മി നടത്തി കുട്ടിക്ക് സ്കാനിങ് നടത്തുന്നതുകൊണ്ടാണ് കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ടാകുന്നൊക്കെ പുള്ളി പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ആയുർവേദത്തെ നമുക്ക് തള്ളി പറയാൻ പറ്റൂല. ഈ മൂത്രത്തെ കല്ലിന് ഈ മഞ്ഞപ്പിത്തത്തിനൊക്കെ കൃത്യമായിട്ട് മരുന്ന് എൻ്റെ അറിവിലുണ്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല. ശ്രീ ദാസൻ, അങ്ങനെ നമ്മൾ ഈ ആയുർവേദത്തിനെ ഒന്നും തള്ളി പറയാം. ആയുർവേദമൊക്കെ ശാസ്ത്രീയമായ പിന്നെ ചികിത്സാ രീതി തന്നെയാണ്. അങ്ങനെ അംഗീകൃതമായ പഠിപ്പിക്കുന്ന ആളുണ്ട്. പക്ഷേ ആയുർവേദ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ഈ 2 മാസം 3 മാസമൊക്കെ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ട് വന്നിട്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടോ ആരുടെയും കൂടെയൊക്കെ നിന്ന് വന്നിട്ട് നാട്ടിൽ ഈ വ്യാപകമായ ചികിത്സ നടത്തുന്നുണ്ട്. ഈ നാട്ടിൽ അത്തരം കുറേ ചികിത്സകളുണ്ടല്ലോ. ഈ ആളുകളുടെ പുറത്തൊക്കെ കപ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ചികിത്സിക്കുക, അങ്ങനെ പല റേക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരുകളിലുള്ള ചികിത്സകളുണ്ട്. ഇതൊന്നും അവരാരും ശാസ്ത്രീയമായി പഠിച്ചതാണോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അവരൊക്കെ ചികിത്സ നടത്തുന്നുണ്ട്. കുറെ പേർക്ക് അതിൽ ആധുനിക മരുന്ന് കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുകൾ അവരെ നിയമത്തിൽ കൊണ്ടുവരണം. നമ്മളെ മോഹനം പേര് കാണില്ല, അത് മരണപ്പെട്ടു പോയി തോന്നുന്നു. അങ്ങനെയുള്ള കുറെ വൈദ്യന്മാരുണ്ട്, അവരൊക്കെ നിയമത്തിൽ കൊണ്ടുവരണം ഗവൺമെന്റ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പുതിയ കാലത്തും ഇത്തരം അശാസ്ത്രീയമായ ചിന്താഗതി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് ഇത്തരം ആളുകളെയൊക്കെ തിരുത്താൻ കഴിയുക? സാർ നമസ്കാരം. സാർ നമസ്കാരം. അത് നമ്മൾ കുറെ കാലം കൊണ്ട് ഈ ചർച്ച ചെയ്യുന്ന വിഷയം, കാരണം ഈ വീട്ടിൽ പ്രസവിക്കുന്നു, ആ മാസം ഇഞ്ചക്ഷൻ എടുക്കുന്നില്ല, അതിനുള്ള കുത്തിവയ്പ്പ് എടുക്കുന്നില്ല, അത് നമ്മൾ കാണുന്നു. എന്നിട്ടും ഈ തലമുറ മനസ്സിലാക്കുന്നില്ല. കാരണം കൊച്ചുകുട്ടി 1 വയസ്സായി എൻ്റെ പൊന്നുമൊത്ത് എത്ര വർഷം ജീവിക്കാണ്ട് ഈ ലോകത്ത്. അപ്പോ അവരെ ബന്ധുക്കൾ അവിടെ പോയിരുന്നു. അവര് വിവാഹം കഴിഞ്ഞ സമയത്ത് അവര് ബന്ധുക്കളില്ലേ, ആ ഗർഭിണിയാകുമ്പോ ആ അമ്മ ഗർഭിണിയാകുമ്പോ മക്കളെ നീ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടോ, നീ കാണിക്കുന്നുണ്ടോ, മുമ്പത്തെ കാലമല്ല ഇന്നത്തെ കാലം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ബന്ധുക്കള് മുമ്പന്തി ഉണ്ടാവണം. ഭർത്താവ് ചിലപ്പോൾ അദ്ദേഹം എന്റെ കൊച്ചിന് അങ്ങനെ വേണ്ട, മതത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലും വേണ്ട, അദ്ദേഹം ചിലപ്പം ചായ കുടിക്കൂല, ലഹരി ഉപയോഗിക്കൂല, തേയില കുടിക്കൂല, അങ്ങനെ ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ കൊച്ചിനെ അങ്ങനെ കൊടുക്കണ്ട എന്നുള്ള ഇഷ്ടംപോലെ അച്ഛനമായി ഈ ലോകത്തുണ്ട്. പക്ഷെ അതേപോലെ അല്ല ഇന്നത്തെ കാലം. നമ്മൾ എന്റെ കൊച്ചുപ്രായത്തിൽ 4 ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇഞ്ചക്ഷൻ, എന്റെ ഇടത് കയ്യിൽ 3 തഴമ്പുണ്ട്, വലത്തെ കയ്യിൽ 1 തഴമ്പുണ്ട്, നമ്മുടെ ഇടത് കയ്യിലെ കൈപ്പറ്റിയ മേലൊരു തഴമ്പുണ്ട്. എന്തുകൊണ്ട്? ഓരോ ഇഞ്ചക്ഷൻ എടുത്തതാണ്. അതുപോലെ തന്നെ നമുക്ക് കൊറോണ ബാധിച്ചു, അന്ന് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഏകദേശം ആൾക്കാർ 100-ൽ 99 ആൾക്കാർ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഹോമിയോപ്പതിയോ അല്ലെങ്കിൽ അലോപ്പതിയോ ഒന്നും എല്ലാ മരുന്നുകളോട് ഇരുന്ന് പറയുന്നില്ല. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചെടുക്കേണ്ട ഒരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മുടെ നാടിന്റെ സ്വത്താണ്. ഈ കൊച്ചിന്റെ ഒരു കൊച്ചായ വയസ്സിന്റെ കൊച്ചിന്റെ വില നമുക്ക് ലോകമുള്ള കാലം മറക്കാൻ പറ്റുമോ എന്റെ പൊന്നു സഹോദര? ഒരിക്കലും മറക്കാൻ പറ്റൂല. പക്ഷെ ഇനി നമ്മൾ പറഞ്ഞ് ജനങ്ങൾ കേൾക്കുന്നില്ല. ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്റെ പൊന്നിക്ക് സഹോദരന്മാരോട്? എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം? മുത്തച്ഛന്മാർ മരുന്ന പോരാ, മക്കളെ നിങ്ങൾ എടുക്കണം. ആശാവർക്കർമാരുണ്ട്, പഞ്ചായത്തിൽ ആൾക്കാരുണ്ട്, അവരെ അറിയിക്കണം. അറിയിച്ചില്ലെങ്കിൽ നടപടി സ്വീകരിക്കണം. ഇതെല്ലാം ഒരു കൊച്ചു മരിക്കുമ്പോഴും, ഒരു കൊച്ചു സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു കൊച്ചു ആത്മഹത്യ ചെയ്യുമ്പോഴും ഇനിയൊരു കൊച്ചിനെ കൊണ്ടാവരുത്, ഇനിയൊരു കൊണ്ടാവരുത് എന്ന വിഷയം പറയാതിരിക്കുക. നമ്മളെ മക്കളൊക്കെ ലോകത്ത് ഒരു വിലയുമില്ല. നമ്മൾ നമ്മളെ വളരെ വ്യക്തമാണ്, വളരെ വിശദവുമാണ്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, ഈ അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ കേരളത്തിൽ ഇപ്പോൾ പെരുകി വരുന്നുണ്ടോ? നമസ്തേ സാർ. നമസ്കാരം സാറേ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 3-4 മാസത്തിന് മുമ്പ് നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് പിന്നെ നമ്മുടെ അക്യൂപഞ്ചർ
ഇവിടെ എങ്ങനെ നടക്കാത്തതുകൊണ്ട് ഇവിടെ നമുക്കറിയാം ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും പിന്നെ ഹെൽത്തിന്റെ ആയാലും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ ഓരോ വീടുകളിലും ചെന്ന് കാര്യങ്ങൾ പറയുകയായിരിക്കും. അങ്ങനെ ഇവിടെ നടക്കാത്തതുകൊണ്ട് അവർ നേരെ മലപ്പുറം ജില്ലയിൽ പോയി താമസിച്ചിട്ട് അവിടെ ഇതേപോലെ ചികിത്സ നടത്തി സ്വന്തം മക്കളും മറ്റുള്ളവരും ഒക്കെ മരിച്ച ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ മതത്തിന്റെ അന്ധമായ വിശ്വാസം. ഇപ്പൊ ഈ വസ്ത്രധാരണത്തിന്റെ ആയാലും മറ്റു കാര്യങ്ങളുടെ ആയാലും ഇപ്പം ആൺ ഡോക്ടർ പ്രസവം എടുക്കാൻ പാടില്ല, എന്തൊക്കെ അന്ധമായ ഇതാണ്. കാരണം അതൊക്കെ ഈ മാറ്റേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വോട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് സാർ. ഈ ഇതൊക്കെ ശക്തമായ ഒരു നിയമവും അല്ലെങ്കിൽ അതിനൊരു നടപടിയും ഉണ്ടായി കഴിഞ്ഞപ്പം ഇതെല്ലാം താനെ മാറി. കുറെ ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപരമായ ഒരു ഇതിലാണ് ഇവരെ കെട്ടിയത്. വ്യക്തമാണ് ശ്രീ കണ്ണൻ. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ചികിത്സാ രീതിയെ വിശ്വസിക്കുകയും സ്വന്തം മക്കളെ അടക്കം, സാധാരണയൊക്കെ മനുഷ്യർ മറ്റാരുടെ കാര്യത്തിൽ റിസ്ക് എടുത്താലും മക്കളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കുന്നതിന് മടിയുള്ളവരാണ്. പക്ഷെ അവരുടെ കാര്യത്തിൽ പോലും ആണ് റിസ്ക് എടുക്കുന്നതെങ്കിൽ അവർ അത്രത്തോളം ഇത്തരം മൂഢവിശ്വാസങ്ങളിലൊക്കെ നിൽക്കുകയാണ് എന്ന് വേണം കരുതാൻ. എന്താണ് സംഭവിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഈ പരിപാടി കേൾക്കുന്നവർ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരു 8 വയസ്സ് പ്രായമുള്ള ഒരു പെൺകൊച്ചിനെ മന്ത്രവാദത്തിന്റെ പേരിൽ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ തോട്ടിൽ നിധി ഉണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഇതറിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു 3-4-5 പേര് കുറേ വർഷമായി അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ കൊച്ചിനെ മുമ്പിൽ ഇരുത്തിയിരിക്കുകയാണ് കൊല്ലാൻ വേണ്ടി, ചോര വേണം. അപ്പോൾ ഞങ്ങൾ നല്ല ചെറുപ്പമാണ്, ഞങ്ങൾ നല്ല ശരിയായിട്ട് അയാളെ കൈകാര്യം ചെയ്ത് ആ കാലത്ത് അന്ന് അയാൾ ഓടിച്ചു. അതിന് ശേഷം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു അന്ധവിശ്വാസം ഒന്നുമില്ല. ഇപ്പൊ ഈ മലപ്പുറത്ത് നടക്കുന്ന ഹിജാമയും റേക്കിയും അക്യുപങ്ചറും ഇത് ചെറുപ്പക്കാരായ നാട്ടുകാർ രംഗത്തിറങ്ങി ഇങ്ങനെ നടത്തുന്നവന്മാരെ നല്ല ശരിയായിട്ട് കൈകാര്യം ചെയ്യണം. അല്ല പോലീസല്ല ചെയ്യേണ്ടത്, നമ്മൾ നാട്ടുകാർ. കാരണം പാവം ആ കൊച്ചു വെറുതെ 1 വയസ്സുള്ള കൊച്ച് അതെന്തറിയുന്നു? അപ്പൊ ഇത്തരം ചികിത്സാ രീതികൾ നടത്തുന്നവന്മാരെ നാട്ടുകാർ കൈകാര്യം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ കമാൻഡർ മാത്യു ആണ്, അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കമാൻഡർ മാത്യു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയാൻ വരുന്നത് സിസ്റ്റത്തിന്റെ പ്രോബ്ലം മാത്രമാണ്. നമുക്കിത് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ആശാ വർക്കർമാരുണ്ട്. ഡെയിലി നമ്മുടെ വീടുകളിൽ കയറി ഇറങ്ങാൻ നമ്മുടെ സർക്കാരിന്റെ ജനപ്രതിനിധികളുണ്ട്, അതായത് ഈ ആശാ വർക്കർമാര്, ഹെൽത്ത് സെന്റർ സ്റ്റാഫുകളൊക്കെ. ഈ സിസ്റ്റം വെച്ചാൽ ഇത് നമ്മൾ ജനങ്ങളെ ഒന്ന് ബോധവാന്മാരാക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് ഇപ്പോൾ സാധിക്കത്തുള്ളൂ. കാര്യം ഇത് നമ്മൾ കൈവിട്ടു പോയ ഒരു കേസ് കെട്ടാണ്. ഈ മാതിരി യുനാനി ചികിത്സയും ഹോമിയോ ചികിത്സയും, നല്ല ഹോമിയോ ചികിത്സയും നല്ല ഹോമിയോ ഡോക്ടർമാരുണ്ട്, നല്ല ആയുർവേദ ഡോക്ടർമാരുണ്ട്, അവിടെ പോയില്ല. ജനം എന്തോ ചെയ്യുന്നത്? ഇപ്പൊ ഏറ്റവും അടുത്ത കാലത്ത് ഞാൻ ഇപ്പൊ അടൂർ കണ്ട സംഭവമാണ്. ഷുഗറാണെന്ന് പറഞ്ഞ് ഏതോ പച്ചില മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. പച്ചില മേടിച്ച് മനുഷ്യൻ ചാവാറാകുമ്പോഴാണ് ഷുഗറിന്റെ ഡോക്ടറെ അടുത്ത് പോയി HbA1c നോക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപറ്റം ആൾക്കാർ അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പുറകിൽ പോയേക്കുക. ഇതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ, ഈ യുഗത്തിൽ മാറ്റം വരണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ കൂടെ ഹെൽത്ത് സെന്ററിൽ, അതായത് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് നമുക്ക് ഉണ്ടാവണം. നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട വാർഡ് തോറും കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ എഡ്യൂക്കേഷൻ കൊടുക്കണം. ഈ ന്യൂലി ബോൺ ബേബീസിനും അവരുടെ പേരൻസിനും നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവത്തുള്ളൂ. ശ്രീ കമാൻഡർ, തങ്ങളുടെ നിർദ്ദേശം നല്ല നിർദ്ദേശമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വഴി അത്തരം ആരോഗ്യ വിദ്യാഭ്യാസം കുറെ കൂടി ഫലപ്രദമായി നൽകാൻ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തന്നെ ഉൾപ്പെടുത്താനൊക്കെ കഴിയണം. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ പലപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ പുരോഗമനപരമായ ഇത്തരം നിലപാടുകൾ വരുമ്പോൾ പലരും എതിർപ്പുമായി വരാറുമുണ്ട് എന്നുള്ളതും നമ്മൾ കാണുന്നതാണ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാർ, എനിക്ക് പറയാനുള്ളത്, ഇത് മതത്തിന്റെ അതിപ്രസരമാണ്, അന്ധമായ മതചിന്ത. ഇത് ഖുറാനിലായാലും ബൈബിളിലായാലും പറഞ്ഞിരിക്കുന്ന അന്നത്തെ കാലത്തുള്ള സാഹചര്യങ്ങളാണ്. അത് അന്ധമായി വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇവർ ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കാണിക്കുന്നത്. അല്ലാതെ പിന്നെ നമ്മളിപ്പോ ജനങ്ങളെ ഇടപെട്ടു എന്ന് പറഞ്ഞൊന്നും ഇത് നടക്കുന്നില്ല. ഇത് ഗവൺമെന്റ് നിയമം പാസ്സാക്കണം, ഗവൺമെന്റ്. നമ്മുടെ അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള പിൻവലിച്ച ബില്ലിൽ ഈ ഇത്തരം വീട്ടിലെ ചികിത്സക്കെതിരെയുള്ള വ്യവസ്ഥയുമൊക്കെ ഉണ്ടായിരുന്നു. അതെ, അത് പിൻവലിക്കല്ലേ ചെയ്തത്. അതെന്തിനാണ് പിൻവലിച്ചത്? അത് പിൻവലിച്ചത് ഈ വോട്ടിന് വേണ്ടിയിട്ടാണ് പിൻവലിക്കുന്നത്. ജനാധിപത്യ രാജ്യത്ത് നിയമം പാസ്സാക്കാൻ ഗവൺമെന്റിന് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗവൺമെന്റുകൾ, ഏത് പാർട്ടി ഭരിക്കുന്ന ഇതായാലും ഗവൺമെന്റ് എന്തിനാണ് ഭരിക്കുന്നത്?
ജനാധിപത്യ രാജ്യമല്ലത്. ജനാധിപത്യ രാജ്യത്തിൽ മതത്തിന് ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സൈനദാസനാണ് കോഴിക്കോട് നിന്നും. ശ്രീ സൈനദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഏതരത്തിലും നമ്മുടെ മുന്നിലേക്ക് അറിവ് ലഭിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ആ കാലത്ത് പോലും ഇത്തരം വ്യാജ വൈദ്യന്മാരുടെ ഡോക്ടർമാരുടെയൊക്കെ പിടിയിലേക്ക് പോകുമ്പോൾ, ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ മിനിമം അയാൾക്ക് ഡിഗ്രി എന്താണ് എന്നെങ്കിലും പോലും അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത്ര അബദ്ധത്തിൽ നമ്മൾ ചെന്നുപെടില്ല. അതൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ തക്ക ആളുകളുമൊക്കെ നിൽക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സർ നമസ്കാരം. സർ നമസ്കാരമുണ്ട്. സർ, അതായത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുണ്ടല്ലോ, കുറെ ആളുകൾ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, അവർ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്. അപ്പോ ഇവരുടെ ഈ സമ്പാദ്യം മറ്റു ചിലര് വായടിച്ചുകൊണ്ട് എന്താണ് പറയുന്നത് ഏറ്റെടുക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിവിധി നമ്മളെ സർക്കാർ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ തൊട്ട് മെഡിക്കൽ കോളേജ് എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്. പക്ഷെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയാൽ കൂടി അവിടുന്ന് വന്നിട്ട് മറ്റു സ്ഥലത്തേക്ക് കൊത്തിക്കൊടുക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അത് സ്വന്തം കുടുംബത്തിൽ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അസുഖം വന്നാൽ എന്താ ചെയ്യേണ്ടത്, നമുക്ക് മക്കളുണ്ടായാലോ അവർക്ക് എന്താ ചെയ്യേണ്ടത്. ഇത് മൊത്തത്തിൽ ഒരു ബ്രോക്കറേജ് ആണ് ഇന്ന് നടക്കുന്ന നാട്ടില്. ഒരു നല്ല നിയമം വരണം സർ. ഇങ്ങനെ തെറ്റായ പ്രവർത്തികൾ ചെയ്യുന്നവരെ അവരെ അഴിക്കുള്ളിലാക്കാനുള്ള നിയമം നമ്മൾ ശക്തമായിട്ട് കൊണ്ടുവരണം. എന്നാലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ മതത്തിലും ഇങ്ങനത്തെ അനാചാരങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടറിയാനും കൊണ്ടറിയാനുള്ള ഒരു ബുദ്ധി നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉദിച്ചു വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, ഈ അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ, ആ അശാസ്ത്രീയ ചികിത്സാ രീതികളിലേക്ക് ആശ്രയിക്കുന്നവരിൽ നല്ലൊരു ശതമാനം നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ആളുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുക? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. ഈ വിഷയത്തിൽ വേറിട്ട ഒരു അനുഭവം എനിക്ക് പറയാനുണ്ട്. സാറ് അത് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു അനുഭവങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ ഈ ശാസ്ത്രീയമല്ലാത്ത ചികിത്സാ രീതി കൊണ്ടും രക്ഷപ്പെട്ടും പോയ അത്ഭുതങ്ങൾ കാണിച്ചൊക്കെ ഒരുപാട് പേരുടെ കഥകൾ പറയാൻ കഴിയും. പക്ഷെ അതല്ലല്ലോ വിഷയം. സാറിന്റെ അനുവാദത്തോടു കൂടി ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് കാര്യം പറയാം. ഒരു 20 വർഷം മുന്നേ, എനിക്കിപ്പോ 68 വയസ്സായി. 20 വർഷത്തിന് മുമ്പ് എനിക്കൊരു തണ്ടൽ വേദന വന്നു. നാട്ടില് ആയുർവേദവും അലോപ്പതിയും ഒക്കെ ആയിട്ട് ചികിത്സകൾ കുറെ നടന്നു. MRI സ്കാൻ എടുത്തു, 3 ഇംഗ്ലീഷ് മരുന്ന് ചികിത്സ 3 ആശുപത്രിയിൽ, പ്രശസ്തമായ ആശുപത്രികളിൽ, ഞാൻ പേരൊന്നും പറയില്ല, ചികിത്സ തുടർന്നു. അവസാനം എനിക്ക് നടക്കാനൊന്നും പറ്റില്ല. ആരെങ്കിലും താങ്ങി പിടിച്ചു വേണം ഡോക്ടറെ അടുത്തേക്ക് പോകാൻ, വണ്ടിയിൽ നിന്നറിയില്ല. ആ ഒരു ഘട്ടത്തിൽ ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ പോയി. അപ്പൊ അവര് പറഞ്ഞു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു, ഡേറ്റ് കൊടുത്തു. ഞാൻ പോന്നു, ആശുപത്രിയിൽ നിന്ന് പോന്നു, വീട്ടിൽ വന്നു. അപ്പൊ ഒരു 10-12 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് ഡേറ്റിന്. അങ്ങനെ ഞാൻ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, എൻ്റെ ഒരു ബന്ധു പറഞ്ഞു, ഇങ്ങനെ മൈസൂർ ഇന്ന ഒരു സ്ഥലമുണ്ട്, ആള് അനവധി പേര് അവിടെ പോയിട്ടുണ്ട്, ഭേദമായിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തണ്ടൽ വേദന വന്ന കാരണം ബൾജിങ് ആണെങ്കിൽ മാത്രമേ, എൻ്റെ ഒരു അഭിപ്രായം, അവര് പലതും പറയണ്ടാവും, ആളുകൾ പലതും പറയണ്ടാവും, ബൾജിങ് കേസുകളിൽ മാത്രം 100% സക്സസ് ആണ് അവിടെ. 1 മിനിറ്റ് ചികിത്സാ സമയം ഉള്ളൂ. അവിടെ ഭയങ്കര തിരക്കാണ്. സിറ്റി തന്നെയാണ്, ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്താണ് ഈ സ്ഥാപനം. ഒരു ചികിത്സയില്ല. ഞാൻ അന്ന് പോകുന്ന സമയത്ത് 350 രൂപയായിരുന്നു ഫീസ്. എല്ലാവർക്കും 350 രൂപ. ശരി, അത് ശ്രീ പ്രസന്നൻ, അത് അങ്ങനെയൊക്കെ ഇത്തരം ചികിത്സാ രീതികളൊക്കെ കൊണ്ട് ഒരാൾക്കോ 2 പേർക്കോ ഒക്കെ ഭേദമുണ്ടായി കാണും. പക്ഷെ എന്ന് കരുതി നമുക്ക് സാർ തിരുത്തണം. ആയിരക്കണക്കിന് ആളുകൾ അവിടെ ദിവസവും. ശരിയായിരിക്കാം ശ്രീ പ്രസന്നൻ, ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പലപ്പോഴും ആളുകൾ ഹോമിയോ ചികിത്സയൊക്കെ ആശ്രയിക്കാറുണ്ട്, ഡോക്ടർമാരെടുത്ത് തന്നെ പോകാറുണ്ട്. പക്ഷെ ഒരാൾക്ക് ബ്ലഡ് ക്യാൻസർ വരുമ്പോൾ നമ്മൾ അങ്ങനെയല്ലോ ചെയ്യുന്നത്. നമ്മൾ കൈയൊടിയുകയും കാലൊടിയുകയും ചെയ്യുമ്പോൾ അങ്ങനെയല്ലോ ചെയ്യുന്നത്. നല്ല ഡോക്ടർമാർ തന്നെ പറയും നിങ്ങൾ ആ മറ്റ് ചികിത്സാ രീതിയിലേക്ക് പോകണമെന്ന് പറയും. ഇതൊക്കെ ഉപയോഗിക്കുന്നതിനും ഉപയോഗിക്കാതിരിക്കുന്നതിനും ഒരു പരിധിയില്ലേ? ഇതൊന്നുമില്ലാതെ ഹോമിയോ ഡോക്ടർമാരായാലും ആയുർവേദ ഡോക്ടർമാരൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അവർ കൃത്യമായ ഡോക്ടർമാരാണ്, അത് ശാസ്ത്രീയമായി പഠിച്ചതാണ്. സർക്കാർ ഡിഗ്രി കൊടുത്ത് ആ സർട്ടിഫിക്കറ്റ് എടുത്ത സർക്കാരിന്റെ അനുമതിയോടുകൂടി തന്നെ ചികിത്സ നടത്തുന്നവരാണ്. ഇതൊന്നുമില്ലാതെ നാട്ടിൽ 2 മാസം 3 മാസമൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ പഠിച്ചെന്ന് പറയുന്നു, പഠിച്ചില്ലെന്ന് പറയുന്നു, ആരുടെയും കൂടെ നിന്നൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് നാട്ടിൽ അവർ ഡോക്ടറാണ്, വൈദ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ചികിത്സ നടത്തുന്ന എത്രയെങ്കിലും പേരില്ലേ നാട്ടിൽ? ശരി സാർ, ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ പെട്ടോട്ടെ. അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ വന്നതാണ്. അങ്ങനത്തെ വിശ്വാസത്തിന്റെ ആധുനിക ചികിത്സക്കെതിരായ ബോധത്തിന്റെ ഫലമാണ് ആ കുഞ്ഞിന് ഒരു വാക്സിനും കൊടുക്കാതിരുന്നത്, ആ കുഞ്ഞിന് മഞ്ഞപ്പിത്തം വന്നിട്ട് ചികിത്സിക്കാതിരുന്നത്, വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ എന്ത് ചെയ്യും? രക്തം മാർന്നു വന്നാൽ എന്ത് ചെയ്യും?
അത്തരം കാര്യങ്ങളിൽ 100% അത്തരം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇതൊന്നും ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ നമുക്ക് ചെറിയൊരു പനി വന്നാൽ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ തുളസിയില തിന്ന് പനി മാറും. പക്ഷേ എനിക്ക് ഏത് പനി വന്നാൽ ആ പനിയെല്ലാം തുളസിയില തിന്നുകൊണ്ട് മാറിയിട്ടുണ്ടെന്ന് കരുതി നമുക്ക് വലിയൊരു പനി വന്നു കഴിഞ്ഞാൽ ഞാൻ തുളസിയില തിന്നത്തെ മാത്രമുള്ള തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഒരിക്കലും ശരിയല്ല. അത് തന്നെയാണ്, ഇതൊക്കെ ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? പക്ഷെ ഈ തണ്ടൽ വേദനയുടെ കാര്യം 100 കണക്കിന് ആൾക്കാർ ദിവസം വരുന്ന അതൊക്കെ ശരിയാണ്, അതങ്ങനെ സംഭവിക്കുന്നത്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇത് നമ്മുടെ ഈ മലപ്പുറം ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളില്ലേ, ഞാനവിടെ കുറെ 10-15 ദിവസം ഉണ്ടായിരുന്ന അവിടെ നേരത്തെ ഈ പരിപാടി ഉണ്ടായിരുന്നു, ഈ അക്യൂപഞ്ചർ ചികിത്സ. ഹലോ, പറഞ്ഞോളൂ. അവിടെ നേരത്തെ ഇപ്പൊ കുറെ കുറവാണ്. അതുപോലെ ലാബ്, ഇപ്പൊ നിങ്ങൾ ലാബ് എന്തൂരം ഉണ്ടെന്നല്ലോ, പകുതി ലാഭം തട്ടിപ്പാണ്. നമ്മളൊരു ടെസ്റ്റ്, കൊളസ്ട്രോളും ടെസ്റ്റ് എടുത്താൽ ഒരു ലാബിൽ കഴിഞ്ഞ് 200 രൂപ ആണെങ്കിൽ അടുത്ത ലാബിൽ അപ്പം തന്നെ 300 ആയിരിക്കും. അങ്ങനെ തട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ മറ്റേ ആൾ പറഞ്ഞില്ല മൈസൂരത്തെ കേസ്, അതും വെറും തട്ടിപ്പാത്. അതായത് 1000 പേര് പോകുമ്പോൾ 1-2 പേർക്ക് ഒരു സുഖം കിട്ടും, അത്രേ ഉള്ളൂ. ഈ ഇവിടെ പൊള്ളാച്ചി ആ ഭാഗത്തൊക്കെ ഉണ്ട്, അതും വെറും തട്ടിപ്പാത്. മലപ്പുറത്തൊക്കെ നേരത്തെ ഇഷ്ടം വേണ്ടി, ഇപ്പൊ വളരെ കുറവാണ് മലപ്പുറത്തോട്ടോ. നേരത്തെ കണ്ടവരുണ്ടായിരുന്നു, ആളുകളുടെ പൈസ ഉണ്ട് ഇഷ്ടം അവിടെ അല്ലേ, അവരൊന്നും നോക്കൂലായി പൈസ ഇതിനു വേണ്ടി മുടക്കും അക്യൂപഞ്ചർ എന്നൊക്കെ പറയുമ്പോഴേ. ഇപ്പൊ കുറെ ഒത്തിരി വ്യത്യാസം വന്നു. നേരത്തെ ഉൾഭാഗത്തൊക്കെ കണ്ടവാൻ ഇതുണ്ടായിരുന്നു, ഇപ്പൊ കുറവാ. ശരി, താങ്കളുടെ ഹബിൽ റാഫേലാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ റാഫേൽ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറ് ഞാൻ ഈ പറഞ്ഞു തീരുന്നതിനും മറ്റു കസ്റ്റമറിലേക്ക് പോകരുത്. സാറ് ഇൻട്രോഡക്ഷൻ പറയുന്ന സമയത്ത് പോലും ഞാനത് കേട്ടിട്ടുണ്ട്, ഇത് തുടങ്ങുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. സാറ് പറഞ്ഞത് എല്ലാം പൂർണ്ണമായും ഞാൻ യോജിക്കുന്നു. അതിന് ആധുനിക ചികിത്സ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ശാസ്ത്രം വളരുന്നതനുസരിച്ച് മനുഷ്യന്റെ ആയുസ് കൂടുന്നു. അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെതായ രീതികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ ഈ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും എല്ലാ പ്രദേശത്തും ഈ ആരോഗ്യ മേഖലയിൽ ഫീൽഡ് വർക്കർമാരുണ്ട്, ആശാപ്രവർത്തകരടക്കം. അവരെല്ലാം അറിയുന്നുണ്ട് ഇങ്ങനെ ഒരാളവിടെ വിവാഹിതരാകുന്നതും അവിടെ ഗർഭിണി ഉണ്ടാകുന്നതും അതിന് പിന്നെ പ്രസവത്തിന് മുമ്പുള്ള അവരുടെ ചികിത്സകൾ ഗർഭിണികൾക്ക് എത്തിക്കുന്നതിനും അവരുടെ പ്രസവകാലം അടുക്കുമ്പോഴത്തേക്ക് അവരെ ആതുരാലയങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യേണ്ടത്, കൃത്യമായി എത്തിക്കുകയൊക്കെ ചെയ്യേണ്ടത് അവരുടെ കൂടെ കടമയല്ലേ? അവരൊക്കെ ഈ ജോലി കൃത്യമായി ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി അവിടെ ഇങ്ങനെ പിന്നെ ഇവര് വാക്സിൻ എടുക്കാത്ത ഇവരുടെ ഗർഭകാലത്ത് പോലും അതിൻ്റെതായ ചികിത്സകളൊന്നും ഇവർ നേടിയിട്ടുണ്ടാവില്ല. അപ്പൊ അതൊക്കെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണ്ടേ? അതാണ് എനിക്ക് പ്രധാന ഒരു കാരണം. പിന്നെ ഞാൻ ഇന്നലെയും ചർച്ചയിൽ പങ്കെടുത്ത ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് വളരെ രോഷാകുലനായി. വയനാട് ദുരന്തത്തിൽ വീട് വയ്ക്കാൻ പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച പണം അവരെ യഥാവിധി എത്തിച്ചില്ല. അതിന്റെ പേരിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്, എബിൻ വർക്കിക്കുമെതിരെ ഹൈക്കോടതിയിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ കേസ് കൊടുത്തിരിക്കുകയാണ്. സാർ അത് കണ്ടായിരുന്നു ആ വാർത്ത കണ്ടു. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായി എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പറഞ്ഞതെന്ന്. നമ്മൾ രാഷ്ട്രീയം പറയുന്ന സമയത്ത് അത്തരം രാഷ്ട്രീയം പറയുക, അതുമായി ഒരു ബന്ധമില്ലാത്ത വിഷയം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇല്ല, പിന്നെ വേറെ ഒരു കാര്യം കൂടെ സാറേ, ഇതേപോലെ തന്നെ ഈ പോട്ടാശ്രമം, പിന്നെ കൃപാസനം ഇങ്ങനെയുള്ളിടത്തൊക്കെ പോയി പ്രാർത്ഥന നേടിക്കഴിഞ്ഞാൽ കുരുടൻ കാണുന്നു, ചെകിടൻ കേൾക്കുന്നു, പിന്നെ ഹൃദ്രോഗം മാറുന്നു, തലച്ചോറില മാറുന്നു, അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ മാറ്റാൻ വേണം. ഇത്തരം പ്രാർത്ഥനാലയങ്ങൾ നിയമം മൂലം നിരോധിക്കാനുള്ള കാലം കഴിഞ്ഞു. അതെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള കൃത്യമായ നിയമം തന്നെ വേണ്ടതാണ്. അത് പല മതങ്ങളുമായി ദൈവമുണ്ടെങ്കിൽ പിശാചുണ്ടെങ്കിൽ ദൈവമുണ്ട്. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ദൈവം ഉണ്ടെങ്കിൽ പിശാചുണ്ട്, പിശാചുണ്ടെങ്കിൽ ദൈവമുണ്ട്. അടുത്ത പ്രശ്നം ശ്രീ രാജേന്ദ്രനാണ് കോട്ടയത്ത് നിന്നും. ശ്രീ രാജേന്ദ്രൻ, ഈ കേരളത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഈ അശാസ്ത്രീയമായ ചികിത്സാ രീതിയെ ആശ്രയിക്കുകയും സ്വന്തം മക്കളുടെ കാര്യത്തിൽ പോലും അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിച്ചിട്ടാണ് ചെയ്യുന്നത്. അത്തരമൊരവസ്ഥ ഇതെങ്ങനെ വരുന്നതാണ്? രാജേന്ദ്രൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് വേഗത്തിൽ 1-2 യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷ് വൈദ്യശാസ്ത്രം മാത്രമാണ് ഏറ്റവും നല്ലത്, മറ്റെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള അല്ല എന്ന് ഗോളാന്തര യാത്ര പറയുന്നു. അങ്ങനെ വൈദ്യശാസ്ത്രം ഇംഗ്ലീഷ് വൈദ്യശാസ്ത്രം മാത്രമേ എല്ലാത്തിനും ഉപയോഗിക്കാവുന്നല്ല, മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന വൈദ്യശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. കിരൺ സാർ നമസ്കാരം. ഗോളാന്തരം നമസ്കാരം. മറ്റെല്ലാം പരസ്പരം ഉള്ള സംസാരമാണ്. നേരത്തെ പോയി കണ്ണാടി കാണുമ്പോഴും തന്നുടെ മുഖം ഏറ്റവും നന്നെന്ന് നിരൂപിക്കും എത്രയോ വിരൂപന്മാർ എന്ന് മോഹൻ ES പറയുന്നത് എന്ത് വേറെ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞാലെന്ന് തോന്നുന്നു.
സമരം ചെയ്യുന്ന ആശാവർക്കർമാർ പറയുന്നത് 365 ദിവസവും വാർഡിലെ വീട്ടിൽ കയറി അവർക്ക് വേറെ ഒന്നിനും സമയമില്ല, എന്നിട്ട് ഇവ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരു ആശയമില്ലേ എന്ന് VC തോമസ് ചോദിക്കുന്നത്. ഈ സമരവും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല, അത് അവർ പറയുന്നതാണ്. അവരോട് എതിരോ അനുകൂലമോ ഒക്കെ താങ്കൾക്കാവാം. കൊറോണ കാലത്ത് ഒരു മനുഷ്യനും ഹോസ്പിറ്റലിൽ പോകേണ്ടായിരുന്നു, കൊറോണ മാറി ഹോസ്പിറ്റലെല്ലാം ഫുള്ളായി, 1-2 വർഷം ആർക്കും അസുഖമില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്. അതിന് അസുഖം കുറയാൻ കാരണം കൂടിയുണ്ട്. നമ്മൾ അന്ന് ഫുൾ പ്രൊട്ടക്ഷനിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ പലപ്പോഴും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ രോഗാണുക്കൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ നിന്നും നമ്മളുടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലെത്താനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. ഇത് അങ്ങനത്തെ ഇല്ല. നമ്മളൊരു കൃത്യമായ വീടിനുള്ളിൽ തന്നെ കഴിയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ രോഗങ്ങൾ സ്വാഭാവികമായും കുറയും. പനിയൊക്കെ നമുക്ക് സ്കൂളിൽ വന്നാൽ കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരാൾക്ക് പനിയാണെങ്കിൽ സ്വാഭാവികമായും ആ 10-30 പിള്ളേരുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും കുട്ടികൾക്ക് പനി വരും, അവരുടെ വീട്ടിലുള്ളവർക്ക് പനി വരും. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ കുറഞ്ഞതുകൊണ്ടും അസുഖങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആവശ്യമില്ലാതെ ആളുകൾ ആശുപത്രിയിൽ പോകുന്നത് അക്കാലത്ത് ഒഴിവാക്കിയിരുന്നു. ചെറിയൊരു കാര്യത്തിനൊക്കെ ആളുകൾ ചിലർക്ക് അങ്ങനെ ആശങ്കപ്പെട്ട ആശുപത്രിയിൽ പോകുന്ന ആളുകളുമുണ്ട്. അതൊക്കെ ഒഴിവായിരുന്നു. അത്തരം കാര്യങ്ങളുമൊക്കെ ഉണ്ട്. പൂക്കോട്ടെ സിദ്ധാർത്ഥനെ ഇല്ലായ്മ ചെയ്തിട്ട് കുടുംബത്തിന് 7 ലക്ഷം കൊടുക്കാൻ കോടതി പറഞ്ഞതിനെതിരെ നികുതി പണം മുടക്കി അപ്പീൽ പോകുന്നു, ചർച്ച വേണം എന്ന് പറയുന്നു. സുനിൽകുമാർ പറയുന്നു. സിദ്ധാർത്ഥൻ്റെ വിഷയമൊക്കെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും അങ്ങനെ സജീവമായി വന്നാൽ അത് ചർച്ച ചെയ്യുന്നതിന് യാതൊരു പ്രയാസവുമില്ല. സുനിലെ അമ്പലവും ആശുപത്രികളുമില്ല, ആർക്കും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. എന്തായാലും 50 രൂപയ്ക്ക് പല്ലിളക്കി കൊടുക്കുന്ന ഡോക്ടർമാർ ഇന്ത്യയിലുണ്ട്, ഫുട്പാത്തിൽ ഇരുന്ന് പല്ലിളക്കുന്നവരെ നാട്ടുകാർ വിളിക്കുന്ന ഡോക്ടർ എന്നാണ് എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. അജയ്കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയ്കുമാർ, കേരളത്തിൽ അശാസ്ത്രീയമായ പലതരത്തിലുള്ള ചികിത്സാ രീതികളും വ്യാപകമായി തന്നെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഒക്കെയുണ്ട്. അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുന്നു എന്ന് പറഞ്ഞ് വൻ രീതിയിൽ സാമ്പത്തിക ലാഭം നേടുന്ന ആളുകൾ അടക്കമുണ്ട്. ഇതിനെയൊക്കെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കേണ്ടതല്ലേ? കിരൺ, ഏതാനും വർഷം മുമ്പ് നടന്ന ഒരു സംഭവം അദ്ദേഹത്തിന് ഓർമ്മ കാണും. കൊച്ചിയിലെ ഒരു പൈൽസിന്റെ ഹോസ്പിറ്റൽ, ഒരു പഞ്ചനക്ഷത്ര ഹോസ്പിറ്റൽ, അതിന്റെ പരസ്യമില്ലാത്ത ഒരു ചാനലും ഒരു ദിവസം പോലും അവരുടെ പരസ്യം കാണിക്കാതെ പോയിട്ടില്ല. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പെട്ടെന്ന് ശ്രദ്ധിക്കുക. എന്തിന്റെയെങ്കിലും പരസ്യം ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആരും ഫ്രീ ആയിട്ട് ഈ പരസ്യം കൊടുക്കത്തില്ലല്ലോ. അപ്പൊ ലക്ഷങ്ങൾ കൊടുത്ത് പരസ്യം നടത്തി വളരെയധികം പേഷ്യൻസിനെ അവിടേക്ക് വരുത്തി ചികിത്സ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. ഗൾഫിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ ഹോസ്പിറ്റൽ മറ്റൊരാവശ്യത്തിന് വേണ്ടി, എന്റെ ചികിത്സയ്ക്കൊന്നുമല്ല, മറ്റൊരാവശ്യത്തിന് വേണ്ടി ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ചില കാര്യങ്ങൾ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയതാണ്. പറഞ്ഞു വരുന്നത്, ആ ഹോസ്പിറ്റൽ വ്യാജമായിരുന്നു. ആ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ ഡിഗ്രി വ്യാജമായിരുന്നു. തിരുവിതാംകൂർ മെഡിക്കൽ കൗൺസിലിന്റെ ഡിഗ്രി ലൈസൻസ് അദ്ദേഹമല്ല, അയാൾ സമ്പാദിച്ചത് വ്യാജ ഡോക്യുമെന്റ് കൊടുത്തിട്ടാണ്. 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഒരു മനുഷ്യൻ തിരുവിതാംകൂർ മെഡിക്കൽ കൗൺസിലിന്റെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഡിഗ്രി സമ്പാദിച്ചിട്ട് വർഷങ്ങളോളം ആയിരക്കണക്കിന് പേഷ്യൻസിനെ അയാൾ ചികിത്സിച്ചു. അവസാനം 1ഉം 2ഉം 3ഉമായിട്ട് പലരും വെളിയിൽ വന്ന് കേസായി. ഏതാണ്ട് ഒരു 10-700 പേരുടെ ലിസ്റ്റ് എന്ന് ഈ ചാനലുകളിലൊക്കെ പറഞ്ഞു കേട്ടു. അതിൽ മധ്യവയസ്കരായ ഒരുപാട് പേരുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അല്ല, പറഞ്ഞു വരുന്നത്, അയാളെ നാളിതുവരെ ശിക്ഷിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ശിക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നമ്മുടെ നിയമത്തിന്റെ കേസൊക്കെ ഉണ്ടായി, അറസ്റ്റ് ചെയ്തു, ജാമ്യമില്ലാ വകുപ്പിലൊക്കെ അറസ്റ്റ് ചെയ്തു. അയാൾ വെളിയിൽ ഇറങ്ങി. അയാൾ ഇപ്പോഴും സുഖമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. മറ്റാരുടെയൊക്കെ പേരിലെന്നാണ് എന്റെ അറിവ്. അപ്പൊ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ശ്രീ അജയ്കുമാർ ചൂണ്ടിക്കാണിച്ചത്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, കേരളത്തിൽ എല്ലാവരും വലിയ വിദ്യാഭ്യാസമുള്ളവരാണ്, അല്ലെങ്കിൽ ആധുനിക കാര്യങ്ങളൊക്കെ ആദ്യം അബ്സോർവ് ചെയ്യുന്ന ഒരു സമൂഹം കൂടിയാണ് മലയാളികൾ, അതിനൊന്നും സംശയമില്ല. പക്ഷേ അവിടെ തന്നെയാണ് ഇത്തരം അശാസ്ത്രീയ ചികിത്സാ രീതികളെ ഇത്രയേറെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇത്രയേറെ പ്രചാരം നൽകുന്ന ഒരു ഇടം കൂടിയായി കേരളം മാറുന്നത്. അതിന് കൃത്യമായ നിയമ നടപടികൾ കൂടി വേണ്ടേ? നമസ്കാരം. നമസ്കാരം. 1978-79 കാലത്ത് കേരളത്തിലെ ഒരു സ്പോർട്സ് താരം, ഒരു വനിത, പേര് സൂസൻ മേബിൾ തോമസ്. ആ കുട്ടി ഒരുപക്ഷെ ഏഷ്യാഡിലോ ഒളിമ്പിക്സിലോ ഒക്കെ പോകാൻ തക്കവണ്ണം ക്വാളിഫൈഡ് ആയ ഒരു കുട്ടിയായിരുന്നു. അതിന് മഞ്ഞപ്പിത്തം. ആ വീട്ടുകാര് എന്താണ് ഈ ക്രിസ്ത്യൻസിന്റെ ഒരു വിഭാഗമുണ്ട്, ഈ പ്രാർത്ഥന കൊണ്ട് രോഗം മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടര്. അവരാ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ, ഡോക്ടറെ കാണിക്കാതെ, മരുന്നുകളൊന്നും വാങ്ങാതെ പ്രാർത്ഥിച്ചിരുന്ന് അവസാനം ആ കുട്ടി മരിച്ചു. കേരളം മുഴുവൻ, എല്ലാ ജനങ്ങളും ദുഃഖിച്ച ഒരു സംഭവമായിരുന്നു അത്. പത്രങ്ങളൊക്കെ വലിയ വാർത്തയായിട്ട് വന്നു. അപ്പൊ അന്ന് ഞാനൊക്കെ എന്ത് ചെറുപ്പമാണ്,
ഞാനൊക്കെ വിചാരിച്ചു ഇതിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു നിയമം വരുമെന്നും ഇത് എന്നേക്കുമായി ആ ഒരു കുട്ടിയുടെ മരണത്തോടെ അത് അവസാനിപ്പിക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഒരു കാര്യം ഇപ്പോഴും വന്ന നിയമം നമ്മൾ തൽക്കാലം പിൻവലിക്കുന്ന ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. ഇപ്പോഴും അതാണ് പറഞ്ഞത്. കൃത്യമായി വരുന്നില്ല. നമ്മുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാല് നമ്മുടെ സ്പീക്കർ ഒരു ദിവസം പറഞ്ഞൊരു പ്രസംഗം നടത്തിയായിരുന്നു. അതായത് സയന്റിഫിക് ടെമ്പർ വളർത്തണമെന്ന് പറഞ്ഞ് സ്കൂളിൽ പ്രസംഗിച്ചു. അതിന് അദ്ദേഹം ഒരു ഉദാഹരണവും പറഞ്ഞു. അതോടെ ആ അദ്ദേഹത്തിനെതിരെ മെക്കിട്ട് കയറാത്തവരായിട്ട് ആരുമില്ല. ചാനൽ ചർച്ച വരെ വന്നു ഇല്ലേ? സയന്റിഫിക് ടെമ്പർ ആയിരുന്നു ആ സ്പീക്കർ പറഞ്ഞതിലെ വിഷയം. അല്ല, അത്തരം ആളുകൾക്ക് വിമർശനമൊക്കെ വരും, അത്തരം കാര്യങ്ങളൊക്കെ വരും. അതിനെയൊക്കെ മറികടന്ന് ആർജവത്തോടു കൂടി നിയമം നടപ്പാക്കുക എന്നുള്ളതാണല്ലോ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം. അല്ലാതെ ആളുകൾ വിമർശിക്കുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്നെല്ലാം ഒളിച്ചോടിയേക്കാമെന്ന് പറയലല്ലോ. ഇപ്പൊ നാടുകൾ നടക്കുന്നത് ഇപ്പൊ മഴക്കാലമാണ് നടക്കാത്ത. ഈ മഴക്കാലം ഒന്ന് മാറിക്കോട്ടെ. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ എല്ലാ നാട്ടുമ്പുറങ്ങളിലും രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞ് വലിയ ജനക്കൂട്ടം കൂടുന്ന പരിപാടികൾ നടക്കുന്നുണ്ട്. അവിടെയെല്ലാം ഈ പറഞ്ഞ ആൾക്കാര് ഈ വ്യാജന്മാരെല്ലാം എന്തൊക്കെയോ വലിയ വലിയ അസുഖങ്ങൾ മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് അവിടെ പോയി ഇരിക്കുകയും. അതെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇത് ചെയ്താൽ അസുഖം മാറും എന്നൊക്കെ, പ്രാർത്ഥിച്ചാൽ മാറും, അല്ലെങ്കിൽ ഇന്ന ദിവ്യ അത്ഭുതത്തിലൂടെ അസുഖങ്ങൾ മാറ്റാം എന്നൊക്കെ പറയുന്നതും അവരുടെ അടുത്തേക്ക് ഗതികെട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന വിദ്യാസമ്പന്ന ആളുകളൊക്കെ. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം. നമ്മുടെ നാട്ടിൽ പറഞ്ഞപ്പോ ഈ ആയുർവേദം, അലോപ്പതി, സിദ്ധ, യുനാനി, ഹോമിയോ നിലവിൽ ഈ ഒരു 4-5 സംവിധാനത്തിന് ഒരു ആധികാരികത ഉണ്ട്. ഇതിലൂടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ ഒന്നിനൊന്നും മെച്ചാണ്. ഇപ്പൊ ആയുർവേദത്തിൽ ഇപ്പൊ സർജറി ചെയ്യാനൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒന്നിനും സർജറി ചെയ്യാനൊന്നും പറ്റില്ല. അത് അതിന്റെ വഴിക്ക് പൊക്കട്ടെ. പക്ഷെ ഈ നാട്ടിൻപുറത്ത് ഈ ഊടായ്പ പരിപാടി നടത്തുന്നതിന് ഒരു സർക്കാരിന് വ്യക്തമായിട്ട് ഇടപെടാൻ പറ്റും. സർക്കാർ ഇവിടെ മന്ത്രിമാർ വന്നിട്ട് ഓരോ പ്രാദേശിക സ്ഥലത്ത് വന്ന് കൂടണമെന്ന് പറയുന്നില്ല. ഒരു വാർഡ് മെമ്പർ ആ മെമ്പറുടെ പരിധിയിൽ ഇങ്ങനെ ഒരു ഊടായ്പ പരിപാടി നടത്തുന്നുണ്ട്. ഒരു പോലീസിനെ വിളിച്ചിട്ട് ഒരു ആരോഗ്യ പ്രവർത്തനം ഉൾപ്പെട്ട് ആ ചികിത്സാ രീതി ആധികാരികമാണോ അതല്ലെങ്കിൽ ഊടായ്പ ആണെങ്കിൽ ഒന്നീ ചേർത്തെടുക്കുക, അല്ലെങ്കിൽ കൂട്ടിക്കാൻ പറ്റും. അത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ കർശനമായി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഊടായ്പ പരിപാടി ഇവിടെ നടക്കില്ല. ഒരു 2 മാസം വെച്ചിട്ട് കമ്മ്യൂണിറ്റിയുടെ പുറത്ത് വേറെ രീതി നടക്കുന്നത്. കമ്മ്യൂണിറ്റിനെ പറഞ്ഞു പോകുന്നുണ്ട്. ആ കോഴിക്കോട് ഏപ്രിൽ മാസത്തിൽ 5ാമത്തെ പ്രസവം ലോകം അറിയേണ്ടാന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ പ്രസവിച്ചിട്ട് ആ സ്ത്രീ മരിച്ചത്. ഒരു ആരോഗ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ ഒരു ആശാ പ്രവർത്തകരോ വീട്ടിലേക്ക് കയറ്റാൻ വന്നേക്കുന്നത്. ഇതൊന്നും നിയമം കൊണ്ടല്ല, അത് കർശനമായിട്ട് ഇടപെട്ടിട്ട് തന്നെ തീർക്കണം. അതായത് ഒരു പരിഗണന കൊടുത്തത് ജാതി മത രാഷ്ട്രീയ പരിഗണന വിട്ടുകൊണ്ട് കർശനമായിട്ട് ഇടപെട്ടിട്ട് ഈ ഊടായ്പകൾ നിർത്തണം. അപ്പൊ അതിന് ഈ കണ്ണടയ്ക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കൂടി വരുന്നത്. ശരി, ശ്രീ ബാലന്റെ അഭിപ്രായം വളരെ ശക്തമായ അഭിപ്രായമാണ്. കർശനമായ ഇടപെടൽ തന്നെയാണ് വേണ്ടത്. അതിൽ ജാതിയോ മതത്തിൻ്റെയോ വോട്ടിൻ്റെയോ ഒന്നും പരിഗണന ഉണ്ടാവരുത്, ഒരു തരത്തിലും ഉണ്ടാവരുത്. അത്തരം ഇടപെടലുകളിലൂടെ മാത്രമാണ് ലോകം ഇന്നീ കാണുന്ന പുരോഗമനപരമായ നിലയിലേക്ക് എത്തിയത്. അവിടെ എല്ലാ കാലത്തും എല്ലാ സമയത്തും യാഥാസ്ഥിര ആളുകൾ ഇതിനെയൊക്കെ പിൻവലിപ്പിക്കാൻ, ഇതിനൊക്കെ എതിരെ നിലപാട് സ്വീകരിക്കാനുള്ള ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാവും. അവർക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയല്ല ഭരണകൂടം വേണ്ടത്. ശ്രീ കെ നാസറാണ് വയനാട് നിന്നും. ശ്രീ കെ നാസർ, ഈ അശാസ്ത്രീയ ചികിത്സാ രീതികൾ കേരളത്തിൽ പെരുകി വരുന്നു. ഇതിനെയൊക്കെ നിരോധിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ വേണ്ടേ? അത് ഇപ്പം ബാലൻ പറഞ്ഞ പോലെ തന്നെ സാറേ എനിക്ക് പറയാനുള്ളത്, അത് ഗവൺമെന്റ് ഇടപെട്ട് നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ അനാശാസ്ത്ര ശാസ്ത്രീയ രീതികളിൽ ഒരുപാട് യുവതികളും യുവാക്കളും അതുപോലെ തന്നെ പ്രായമുള്ളവരൊക്കെ ബലിയാടാകുന്നുണ്ട്. അതിന് കർശന നിയമം തന്നെ സർക്കാർ എടുക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്ന കാലം കഴിഞ്ഞു പോയി സാർ. ഇപ്പൊന്നല്ല, അത് മുന്നേ എടുക്കേണ്ട കാലമായിരുന്നു. വ്യക്തമാണ്, കാലം കഴിഞ്ഞു എന്നുള്ളത് നേരത്തെ തന്നെ എടുക്കേണ്ടിയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശ്രീ രതീഷാണ് എറണാകുളത്ത് നിന്നും. ശ്രീ രതീഷ്, എന്തുകൊണ്ടാവും ഈ പുരോഗമനം എന്നൊക്കെ വിശ്വസിക്കുന്ന അത്തരം പുരോഗമനാത്മകമായ നിലപാടുകളും ചിന്തയും ഒക്കെയുള്ള മലയാളികൾ ഇങ്ങനെ ഈ അശാസ്ത്രീയ ചികിത്സാ രീതിക്ക് പിന്നാലെ പോകുന്നത്? ഹലോ, കേൾക്കാൻ പറ്റുന്നോ? കേൾക്കാൻ, പറഞ്ഞോളൂ. രതീഷ് തൃക്കപ്പാറയാണ്, മുടക്കുഴ. ശരി, ഓക്കെ, പറഞ്ഞോളൂ രതീഷ്. ഇത് നിയന്ത്രിക്കണം എന്നുള്ളതല്ല എനിക്ക് പറയാനുള്ളത്. ഇത് തീർത്തും നിരോധിച്ച് ഇല്ലാതെയാക്കേണ്ടതാണ്. പക്ഷെ ഇല്ലാതെയാക്കൽ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ പറ്റുമോ? അങ്ങനെ പൂർണ്ണമായും ഒരു തരത്തിലും ആവശ്യമില്ലാത്ത അത്തരം ചികിത്സാ രീതികളൊക്കെ പൂർണ്ണമായും തന്നെ ഇല്ലാതെയാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ആളുകൾക്ക് ഡിഗ്രി വേണം എന്നുള്ളത് ഈ നാട്ടിലൊരു നിയമമുണ്ടല്ലോ. അതില്ലാത്ത ഒരു മനുഷ്യരെയും ചികിത്സിക്കാൻ അനുവദിക്കരുത്. ഇപ്പൊ ഈ ചില വീടുകളിൽ തന്നെ ഇവിടെ എത്രയോ സ്ഥലങ്ങളിൽ തിരുമ്പ് ചികിത്സകൾ നടക്കുന്നുണ്ട്. ചെറിയ ഉളുക്കുകൾ, ചെറിയ ചതവുകൾ ഒക്കെ തിരുമ്മി സുഖപ്പെടുത്തുന്ന അത് ശരിക്കും അംഗീകൃതമായിട്ട് പോവുകയാണെങ്കിൽ ഗവൺമെന്റ് ആയുർവേദ. ശ്രീ രതീഷ്, ഇപ്പൊ ഒരു ചെറിയ വിഷയം ഞാൻ പറയാം. ഒരാൾക്ക് കൈയോ കാലോ ഒന്ന് ഉളുക്കി, അപ്പോൾ ചിലപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ആൾ
ചിലപ്പോൾ അയാൾക്ക് ചെറുതായ രീതിയിൽ തിരിമറിയാമായിരിക്കും, അയാൾ ഒന്ന് തിരുമി അത് മാറി, അതിനകത്ത് അങ്ങനെയൊക്കെ ആളുകൾ സാധാരണ ഇതിൽ നാട്ടിൽ ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ, അസ്ഥി ഒടിഞ്ഞ് മാറി കിടക്കുമ്പോൾ ഞാൻ അയാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ തിരുമി ശരിയാക്കണം, അയാൾ തിരുമി ശരിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതൊരു സാമാന്യ ബുദ്ധിയല്ലേ? അല്ല, ഇപ്പൊ നിരോധിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ വിഷയം ഇതാണ്. ഈ ആളുകൾ ഏതെങ്കിലും ഒരാളെ ഒന്ന് തിരുമി എന്നതുകൊണ്ട് അയാളെതിരെ ക്രിമിനൽ കുറ്റം ചെയ്തോ ഒന്നുമല്ല. പക്ഷേ അതിനെ ഏത് തരത്തിലാണ് സമീപിക്കുന്നത്, അതല്ലേ പ്രധാനം. തിരുമി എന്നുള്ളത് ക്രിമിനൽ കുറ്റമല്ല. ഞാൻ പറയുന്നത് സാറിന് വ്യക്തമായിട്ട് മനസ്സിലായില്ല. തിരുമി എന്ന് ക്രിമിനൽ കുറ്റമല്ല, പക്ഷെ തിരുമുന്നതിന് കാശ് ഫീസ് ഈടാക്കി ചെയ്യുമ്പോൾ അത് കുറ്റമല്ലേ? അതെ, അങ്ങനെയാണ്, കുറ്റം തന്നെയാണ്. ഫീസ് ഈടാക്കുമ്പോൾ, അതല്ലാതെ ഇപ്പൊ നമ്മൾ പന്ത് കളിക്കുമ്പോൾ ഒന്ന് കാലിന്റെ കുഴ ഇനി അതിൽ വേറെ എന്തെങ്കിലും ചെയ്ത് അറിയാവുന്ന ഒരാൾ തിരുമി എന്നുള്ളതല്ല. ഫീസ് മേടിച്ച് ഓരോ റൂമുകളിലും അതിൽ ഓരോ സ്ഥലങ്ങളിലും ഇരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാം. എനിക്ക് നടുവിന് ഒരു കംപ്ലൈന്റ് ഉണ്ടായി. നടുവിന്, ഹലോ, ശരി പറഞ്ഞോളൂ, താങ്കൾ കേൾക്കാം. നടുവിന് ഒരു കംപ്ലൈന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യമേ ഇത് സാധാരണ വേദന ആയിരിക്കുന്നവർക്ക് സാധാരണ അലോപ്പതി ചികിത്സയിൽ പോയി നീർക്കെട്ടിന്റെ ഇഞ്ചക്ഷനുകൾ എടുത്തു. നീർക്കെട്ടിന്റെ ഇഞ്ചക്ഷൻ അത്യാവശ്യം മെഡിസിനും കഴിച്ചു. പക്ഷെ ഭേദമാവാതെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ചികിത്സയിലേക്ക് പോയി. എനിക്ക് ലോഡിങ് ആയിരുന്നു പണി. അപ്പൊ ലോഡിങ് പിന്നെ നിർത്തി, ലോഡ് ചെയ്യാൻ കഴിയാതെ ആയിട്ട് പിന്നെ തിരുമിക്കാനായിട്ട് ഇവിടെ അടുത്ത് പോയി. 23,000 രൂപയുടെ തിരുമ്, ഒരു ദിവസം 1000 രൂപ വെച്ച്. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ആ പുള്ളി ചവിട്ടി കയറേക്കടെ തൂങ്ങി വന്ന് ചവിട്ടി നടുവൊക്കെ ആകെ തവിട് കൂടിയായി പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി, പിന്നെ ഗവൺമെന്റ് ആയുർവേദത്തിൽ തന്നെ പോയ കടവന്ത്രയിൽ പോയി, എറണാകുളം കടവന്ത്രയിൽ പോയി. ആ ഡോക്ടറാണ് ശരിക്കും കംപ്ലൈന്റ് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം കളമശ്ശേരി പോയി അതിനുശേഷം പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സർജറി ബുക്ക് ചെയ്തു. സർജറി ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നായിരുന്നില്ല. കാലിനായിരുന്നു വേദന. നടുവിന്റെ പ്രശ്നം കൊണ്ട് കാലിലേക്ക് പോണ ഞരമ്പ് നടു വളഞ്ഞിട്ട് ഞരമ്പിലേക്ക് കുത്തി ഞരമ്പ് ബ്ലോക്കായി നിൽക്കുകയായിരുന്നു. അതിനുശേഷം അങ്ങനെ ഇവിടെ ഇരുന്ന് വിളിച്ചോണ്ടിരുന്നപ്പോൾ മറ്റേ സുബിക്കി ഡോക്ടർ എന്നുള്ള ഡോക്ടറെ അടുത്ത് പോയി. അംഗീകൃത ഡോക്ടർ ഒന്നും അല്ലായിരുന്നു ആ ഡോക്ടർ, വേറൊരു ഡോക്ടർ. ശരി രതീഷ്, നമ്മുടെ സമയം ഒരുപാടാകുന്നതുകൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ വർഗീസ് ആണ് പെരുമ്പാവൂരിൽ നിന്ന്. ശ്രീ വർഗീസ്, താങ്കൾ എങ്ങനെയാണ് ഈ അശാസ്ത്രീയ ചികിത്സാ രീതികളെ കാണുന്നത്? അല്ല, അത് നമ്മുടെ നാട്ടിലെ ഈ തട്ടിപ്പ് പ്രസ്ഥാനങ്ങളുമായിട്ട് വരുന്ന ആളുകളെ അവരെ കൂടിയെത്താൻ എല്ലാ കാലത്തും കുറെ ആളുകളുണ്ടാവും. ഈ തലതിരിഞ്ഞ ചിന്താഗതി പണ്ട് തൊട്ടേ ഉണ്ട്. ഇന്നിപ്പോ പല രോഗങ്ങളും മാറ്റാമെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കും. ഇവര് അനുഭവ സാക്ഷ്യം പറയാണ്, എന്റെ ഇത് മാറി, മറ്റേ ഒന്നും മാറിയില്ല. എനിക്കറിയാം, ഈ പ്രാർത്ഥിച്ച് മാറ്റാന്ന് പറഞ്ഞ ആൾക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് എത്ര പെട്ടെന്ന് തന്നെ ആശുപത്രി പോകും. അയാളുടെ മക്കൾക്ക് ഭാര്യയാണെങ്കിൽ അവര് പോകും. എന്നിട്ട് മറ്റവരോട് പറയും മാറ്റി തരാൻ പറഞ്ഞ് പറ്റിക്കും. എനിക്ക് ഇതൊക്കെ കാര്യം നേരിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളതേ, നമ്മൾ ഒരു മരുന്നേ മേടിക്കുമ്പോൾ കാലാവധി കഴിഞ്ഞാണെങ്കിൽ ആ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടുപോയി അത് അവരോട് വിവരം പറയല്ലാണ്ട് കഴിഞ്ഞ കൊല്ലത്തെ മരുന്ന് എടുത്തുകൊടുന്ന് കാലാവധി തീർന്നാന്ന് പറഞ്ഞ് കൊടുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പില്ലാത്തൊരു കാര്യമാണ്. ശ്രീ വർഗീസ്, നമ്മൾ മരുന്ന് മേടിക്കുമ്പോൾ കൃത്യമായ ബില്ലുണ്ടല്ലോ. ബില്ലുണ്ടെങ്കിൽ നമുക്ക് അവരെ കാലാവധി കഴിഞ്ഞ മരുന്നാണ് നൽകിയെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കാനോ? പറയില്ല, അത് ആ ആഴ്ചയിൽ തന്നെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് പറയാൻ പറ്റില്ല. കാലാവധി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല മനുഷ്യന്. അതല്ല, അത് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഒരാൾ ഒരു ഉപഭോക്താവിനെ പറ്റിക്കില്ലാണുള്ളത്. നമുക്ക് തരുന്ന മരുന്ന് നമുക്ക് ഒരു കടയിൽ നിന്ന് സാധനം തന്നാലോ ഒരു മരുന്ന് തന്നാലോ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അല്ല, കഴിഞ്ഞ തവണ തന്ന മരുന്ന് ഇരിക്കുന്നത് കാലാവധി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ താങ്കളുമായി ബന്ധപ്പെട്ടല്ലോ, ഒരാൾ കാലാവധി കഴിഞ്ഞാണെന്ന് പറഞ്ഞാൽ അതിന് തെളിവുണ്ടെങ്കിൽ കാണിക്കണം. ആ കമ്പ്യൂട്ടറെ അടുത്ത് തന്നെ പറയണം, ഇത് കാലാവധി. എന്തിനാണ് അയാളോട് പറയേണ്ട കാര്യമൊന്നുമില്ല, അത് പരാതി കൊടുക്കുന്നത് തന്നെ വേണം. ഇപ്പൊ ഞാൻ കടയിൽ പോയി സാധനം മേടിച്ചു, എനിക്ക് ആ കടക്കാരൻ ഇത് കാലാവധി കഴിഞ്ഞാന്ന് പറയുമ്പോൾ മാറ്റി തന്നു എന്ന് പറഞ്ഞോണ്ട് തിരുത്താൻ പറ്റും. അത് മനസ്സിലായില്ല. ആ ഡോക്ടറെ അടുത്ത് കയറി പറയാം, ആശുപത്രി ഡോക്ടർ ഉണ്ട്, എനിക്ക് ഇവിടുന്ന് തന്ന. ശരി വർഗീസ്, അത് ആശുപത്രി ഡോക്ടറെ അടുക്ക പറയേണ്ട വിഷയമല്ല, അതൊരു ഉപഭോക്താവിനെ പറ്റിക്കലാണ്. അതിനെതിരെ പരാതി കൊടുക്കുകയും നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഉപഭോക്താവിന്റെ സർക്കാർ സ്ഥാപനത്തിലെ ഏത് സർക്കാർ സ്ഥാപനമായാലും പ്രൈവറ്റ് സ്ഥാപനമായാലും ചെയ്യേണ്ട ഒന്നാണ്. രഘുനന്ദനാണ് തിരുവില്ലാമരത്ത് നിന്നും. ശ്രീ രഘുനന്ദൻ, താങ്കൾ പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ആരെങ്കിലും ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ ബോധവൽക്കരിച്ചെടുക്കാനേ പറ്റൂ. അത് ഒരു കാര്യം. പിന്നെ ശാസ്ത്രീയപരമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളെ നമ്മൾ എപ്പോഴും അവലംബിക്കാവൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇന്നത് കൊള്ളാം, ആയുർവേദത്തിന്റെ ഇന്ന കാര്യങ്ങൾ കഴിച്ചാൽ കൊള്ളാം എന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോണ്ട് പോകാതെ നല്ല ഒരു ആയുർവേദം അല്ലെങ്കിൽ ഒരു ഹോമിയോപ്പതി അല്ലെങ്കിൽ ഒരു അലോപ്പതി ഈ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്ത് വേണം നമ്മൾ ഏതൊരു ട്രീറ്റ്മെന്റും എടുക്കാൻ. അല്ലാതെ ആരെങ്കിലും പറയുന്നതിന്റെ പിന്നിൽ പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.
ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇപ്പോഴും ഈ പുതിയ കാലത്ത് പോലും ഇത്തരം അശാസ്ത്രീയമായ ചികിത്സാ രീതിക്ക് പിന്നാലെ പോകുന്നവർ, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കാത്ത ആളുകൾ, സ്വന്തം കുഞ്ഞ് പനിച്ച് വിറച്ച് കഴിയുമ്പോൾ പോലും അതിനെ ചികിത്സിക്കാത്ത ആളുകൾ, അങ്ങനെയൊക്കെ ആളുകൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഇത്രയും ആരോഗ്യരംഗത്ത് ഇത്രയും പ്രവർത്തനങ്ങൾ ആശാവർക്കർമാരായാലും അതിന് മുകളിലുള്ളവരായാലും ഒക്കെ പ്രവർത്തനം നടത്തുന്നിടത്ത് ഇത്തരത്തിൽ ഇടുങ്ങിയ ചിന്താഗതിയുമായിട്ട് നടക്കുന്നവർ ഇനിയും ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. ഇത് ഞാൻ ഓർക്കുന്നു, നമ്മളെ പണ്ട് ഈ സന്തോഷ് മാധവന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള നാട്ടു ചികിത്സ, അതായത് തട്ടിപ്പ് ചികിത്സകളെയൊക്കെ ഒരു അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പലരെയും നമ്മൾ കണ്ടു. അവരെയൊക്കെ മതം കൊണ്ട് പ്രതിരോധിക്കുന്നത് കണ്ടു. കുറെ മതസംഘടനകൾ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വരുന്നതും തിരിച്ചു ഓടിക്കുന്നതും ഒക്കെ എന്റെ മനസ്സിൽ വരികയാണ് ആ സമയത്ത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മതം കൊണ്ട് പ്രതിരോധിച്ച് രക്ഷപ്പെടുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. പിന്നെ വളരെ ദുഃഖകരമാണ്, നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇത് എവിടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അധികാരികളെ ചൂണ്ടിക്കാണിക്കാനും പൊതുജനങ്ങൾ തയ്യാറായി മുമ്പോട്ട് വരണം. പിന്നെ മറ്റൊന്ന് പറയാനുള്ള ഇടയം മുരളി എന്ന് പറയുന്നത് എനിക്ക് അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അവിടുന്ന് മരുന്ന് കിട്ടിയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പരാതി കൊടുക്കാം, ഇല്ല, അത് അവിശ്വസനീയമാണ്, ചുമ്മാ പറയുന്നതാണ്. ഞാൻ ഈ ഹെൽത്ത് സെന്ററിലൊക്കെ പോയി മരുന്ന് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ഞാനും എന്റെ മാതാവും ഒക്കെ. ഞങ്ങൾക്കൊന്നും ഇതുവരെ ഒരു അനുഭവമില്ല. ഒരു ഹെൽത്ത് സെന്ററിലും ഒരു സർക്കാർ ആശുപത്രിയിലും അങ്ങനെ എക്സ്പയർ ആയ മരുന്നൊന്നും കൊടുക്കുമെന്ന് ഞാനിപ്പോഴൊന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ മറ്റൊന്നുകൂടി പറഞ്ഞോട്ടെ, ഇതൊക്കെ ആളുകളിലേക്ക് വിശ്വാസം വരുന്നത് എന്താണെന്നറിയാം. പിന്നെ പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. നമ്മുടെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോലും പ്രാർത്ഥന ഒരു മുഖ്യ ഘടകമായിട്ട് വന്നായിരുന്നു അന്ത്യ സമയങ്ങളിലുള്ള ചികിത്സാ രീതികളുമായിട്ട് ബന്ധപ്പെട്ട്. ഓർക്കുന്നുണ്ടാവും, ഞാൻ ആരെയൊന്നും പറയുന്നില്ല. അതൊക്കെ ഈ മുൻപന്തിയിൽ ചികിത്സയെ കിട്ടി, പക്ഷെ പ്രാർത്ഥന ഒരു മുഖ്യ ഘടകമായിട്ട് വന്നിരുന്നു. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക്. ശ്രീ ബിജു ആണ് കോട്ടയത്ത് നിന്ന്. ശ്രീ ബിജു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇത് ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ എല്ലാം പിന്നിലും മതപരമായ ശക്തികളുടെ ഒരു പിന്തുണയുണ്ട്. അതില്ലെങ്കിലും ഒരിക്കലും ഇത് നടക്കില്ല. നമുക്കറിയാം, സയന്റിഫിക് ടെമ്പർ വളർത്തുവാനായിട്ട് ഭരണഘടനയിൽ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തില് അതിന് വിരുദ്ധമായിട്ട് ഇപ്പൊ നമുക്കറിയാം, പ്രാർത്ഥനാലയങ്ങൾ നടത്തുന്നവർ തന്നെ ആശുപത്രി നടത്തുകയാണ്. ഇതാണ് ഇതിന്റെ വൈചിത്രം. അപ്പൊ ഇതുപോലെ അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ആളുകൾ, ഇതെല്ലാം പാവപ്പെട്ടവരാണ് പറ്റിക്കപ്പെടുന്നത്. ഇവരെല്ലാം ഇതിന്റെ നടത്തിപ്പുകാർ മുഴുവൻ ശരിക്കും ആശുപത്രി പോവാ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിനെതിരെ ശക്തമായ നിയമ നടപടി, ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചാൽ ഇതിനൊരു അറുതി വരുത്താൻ സാധിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാമേന്ദ്രനാണ് അഹമ്മദാബാദിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാമേന്ദ്രൻ, എങ്ങനെയാണ് ഈ അഹമ്മദാബാദിലും ഇത്തരം ഈ വ്യാജ ചികിത്സകളൊക്കെ, അത്തരം ശാസ്ത്രീയമായ ചികിത്സാ രീതികളൊക്കെ ഒരുപാടുണ്ടോ? ഇവിടെ 10 രൂപ ചികിത്സയില്ല സാറേ. കേട്ടില്ല. 10 രൂപ കൊടുക്കാൻ ചികിത്സിക്കാം. മറ്റേ ഒരാൾ കമന്റ് എഴുതിയിരുന്നു നേരത്തെ പോലെ, റോഡ് സൈഡിലൊക്കെ ഇരുന്ന് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പല്ലിളക്കി തരുന്ന ആളുകളൊക്കെ ഉള്ള ഒരു നാട് കൂടിയാണല്ലേ? ഉണ്ട്. ശരി, ഓക്കെ, പറഞ്ഞോളൂ സാറേ. ഞാനൊരു സംശയം ചോദിച്ചിട്ട്, ആ മരണ വീട്ടിൽ നിന്നൊരു 3 പേര് ഇറങ്ങി വരുന്ന അവർ സർക്കാർ ജോലിക്കാരാണോ സാറേ? അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കൃത്യമായി. അല്ല, അത് സർക്കാർ ജീവനക്കാരാണോ ഞാൻ ചോദിക്കാം. ചിലപ്പോൾ ആയിരിക്കും. അവിടെ പരിശോധിക്കാൻ പോയ ആളുകൾ വന്ന സമയത്തൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ വിഷ്വൽ എടുക്കുന്നത്. ആ വിഷ്വൽ കാണുന്ന ആളുകൾ ചിലപ്പോൾ അവിടെ പരിശോധിക്കാൻ വന്ന ഉദ്യോഗസ്ഥരാവാൻ സാധ്യതയുണ്ട്. എനിക്ക് കൃത്യമായി അറിയില്ല എന്തായാലും. അല്ല സാറേ, ഞാൻ ഒരു സംശയം സാറിനോട് ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴേ പറഞ്ഞോ. അല്ല, എനിക്ക് തോന്നി അവരേതാണ്ട് കല്യാണ വീട്ടിൽ ബിരിയാണി കഴിച്ചിട്ട് ഇറങ്ങി വരുന്ന മാതിരി തോന്നി. അങ്ങനെ ഒരാളുടെ ദൃശ്യം കണ്ടിട്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല ശ്രീ രാമേന്ദ്രൻ. നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. അക്ബർ അലിയിലേക്ക് പോകേണ്ടതുണ്ട് പാലക്കാട് നിന്നും. ശ്രീ അക്ബർ അലി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പല അശാസ്ത്രീയമായ ചികിത്സാ രീതികളും അവരുടെയൊക്കെ അടുത്ത ആളുകൾ നിരന്തരം പോകുന്നു, വിദ്യാസമ്പന്നരടക്കം. എന്തുകൊണ്ടാണ് ഇത് പറ്റുന്നത്? ശരിക്കും പറയുമ്പോൾ അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസമാണ്. ഇപ്പോഴും പനി വന്ന ഓടിപ്പോവാൻ അടുത്തുള്ളവർ ആരുടെയും ഓടുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇപ്പോഴും അന്ധവിശ്വാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു അരുതി വരുത്തണം സാറേ. ഇത് മതസംഘടനകൾ, കോവിഡ് വന്ന് ഊച്ചാത്ത ആൾക്കാരുണ്ട്. ഇഞ്ചക്ഷൻ അടിക്കാണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇവിടെ. അദ്ദേഹം കോവിഡ് വന്നിട്ട് മരുന്നേ കഴിക്കേണ്ട ആശുപത്രിയിൽ പോയിട്ട് മരിച്ചു. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. മതത്തിന്റെ പിന്നാലെ നടക്കുക.
മതം ഊരിക്കൊണ്ട് ഉത്സാഹം കൊണ്ട് നടക്കുക. ശരി. ഇതൊക്കെ മാറ്റം വരണം സാറേ. ശരി, ഒരു മതത്തിൻ്റെ പേരിലായാലും ഒരു മതവും അതിനെ അത്തരം ആര് മതത്തിൻ്റെ പേരിൽ വന്നാലും അതിനെ ഒന്നും വകവെച്ചു കൊടുക്കാൻ തയ്യാറാവരുത്. ഒരു മതത്തിനും അങ്ങനെ മറ്റുള്ളവരുടെ ജീവൻ വെച്ച് പന്താടാനുള്ള അവകാശം ഒരു മതത്തിനും അല്ലെങ്കിൽ ഇത്തരം ചികിത്സാ രീതിയിലുള്ളവർക്കോ ആർക്കുമില്ല. അവരൊക്കെ തട്ടിപ്പിന് വേണ്ടി പലപ്പോഴും പലരും മതത്തെയും ജാതിയും ഒക്കെ ആയുധമാക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് അതിനെ കാണാതിരിക്കാൻ നമുക്ക് കഴിയുകയും വേണം. ശ്രീ അക്ബർ അലിയാണ്, ശ്രീ ത്രിവിക്രമനാണ് കോട്ടയത്ത് നിന്നും. ശ്രീ ത്രിവിക്രമൻ, താങ്കൾ പറഞ്ഞോളൂ. സാറേ, ഈ വിഷയത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ ഒരു സ്വന്തം അനുഭവമാണ്. പറഞ്ഞോ. എനിക്ക് ഒരു നടുവിനൊരു വേദന വന്നിട്ട് MRI സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ ഡിസ്ലൊക്കേഷനാണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഞാനപ്പോൾ എൻ്റെ അളിയൻ അളിയനോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു മാസം വെയിറ്റ് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് കിടക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ കക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാളോട് പോയി കാണാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് എൻ്റെ അസുഖം മാറ്റിയെന്ന് പറഞ്ഞു. ഒരു പച്ചമരുന്നാണ്. അതൊക്കെ ഇപ്പൊ അശാസ്ത്രീയമാണെന്നൊക്കെ പറയാൻ പറ്റുമോ? ശ്രീ ത്രിവിക്രമൻ, ഞാൻ പലതവണ അതിനു മുമ്പ് പറഞ്ഞു, ഈ ചില 10 പേർ ഒരാളുടെ അടുത്ത് ചെന്നാൽ ഒരു മരുന്നും കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ 5 പേരുടെയൊക്കെ രോഗം സ്വാഭാവികമായി മാറും. അതുകൊണ്ട് ആ 5 പേർ പറയുന്നത് കേട്ടുകൊണ്ട് അത് ശാസ്ത്രീയമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ചിലപ്പോൾ ആ മരുന്നുകൊണ്ട് താങ്കളുടെ രോഗം മാറാൻ പ്രാപ്തമായിരിക്കും അയാൾ തന്ന പച്ചമരുന്ന്. പക്ഷെ ആ പച്ചമരുന്ന് കൊണ്ട് വേറെ ഏത് രോഗത്തിനും മാറാൻ താങ്കൾക്ക് മാറിയെന്നുണ്ട് രണ്ടാമതൊരാൾക്ക് മാറണമെന്നുമില്ല. എന്റെ കെയറോപ്പിൽ ചുരുങ്ങിയ 100 പേരും കൂടെ പോയിട്ടുണ്ട്. 100 പേരുടെ പേരൊക്കെ ഒന്ന് എടുത്ത് എഴുതി നോക്കിയാൽ കാണും 100 പേര് പോയിട്ട് 10 പേര് പോലും കാണില്ല എന്ന്. എന്റെ നാട്ടിൽ നിന്നൊക്കെ പറയാൻ പോയിട്ടുണ്ട്. അതിന് പൈസ മേടിക്കുന്നില്ല. എന്തായാലും നമുക്ക് തൽക്കാലം അത്തരം ആളുകളെ ഒന്നും നമുക്ക് ശാസ്ത്രീയമായി കരുതാൻ കഴിയില്ല. നമുക്ക് ചില ആളുകൾക്ക് അങ്ങനെ താങ്കൾക്ക് മാറിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പച്ചമരുന്ന് കഴിച്ചുമൊക്കെ മാറുന്നതുകൊണ്ട് അതിലൊക്കെ, പക്ഷെ അതൊരു ശാസ്ത്രീയമായ ഉത്തരമാണ് എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ അതൊക്കെ മാറി എന്നിരിക്കും. അതിനപ്പുറത്തേക്ക് അതിനൊരു ഉത്തരമില്ല. ശ്രീ പുരുഷോത്തമനാണ് എടപ്പാളിൽ നിന്നും. ശ്രീ പുരുഷോത്തമൻ, താങ്കൾ എങ്ങനെയാണ് ഇത്തരം ഈ അശാസ്ത്രീയമായ ചികിത്സാ രീതികളെ ഇങ്ങനെ വിശ്വസിക്കുന്നവരെ കാണുന്നത്? ഒരിക്കലും ഇതൊന്ന് നമ്മൾ എന്താ പറയാ സപ്പോർട്ട് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറഞ്ഞോളൂ. ഇതിന് എന്താ വെച്ചാല് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഇവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ തന്നെ ഒരു മാറ്റം നമ്മുടെ രാജ്യത്തുണ്ടാവും. ശരി, അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇത്തരം ആളുകൾക്കൊക്കെ ഒരു കൗൺസിലിംഗ് അനിവാര്യമാണ്. അല്ലെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോവുകയും ഇപ്പോൾ ഈ കുഞ്ഞൊക്കെ മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന പറഞ്ഞാൽ എത്രത്തോളം ഭീകരമാണ് എന്നത് ആലോചിക്കണം. ഈ കാലത്തും വീട്ടിൽ തന്നെ പ്രസവിക്കുക, യാതൊരു സൗകര്യവും ഇല്ലാതെ ഒരു സ്ഥലത്ത് പ്രസവിക്കുക, യൂട്യൂബ് നോക്കി പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനോടും ആ സ്ത്രീയോടുമൊക്കെ ചെയ്യുന്ന ക്രൂരതയാണ്. അവരെ കൊല്ലുന്നതിന് തുല്യമാണ്, കൊലപാതക ശ്രമമാണ് എന്നുകൂടി വേണമെങ്കിൽ പറയേണ്ടി വരും. ശ്രീ വിഷ്ണുവാണ് പാലക്കാട് നിന്നും. ശ്രീ വിഷ്ണു, താങ്കൾക്ക് പറയാം. സാറേ, ഞാൻ പറയുന്ന 2 കാര്യങ്ങളാണ്. പറഞ്ഞോളൂ. ഓക്കെ, ഒന്ന്, എന്റെ ഭാര്യ ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ട് 9 മാസമായിട്ട് ഇരിക്കുകയാണ്. കേട്ടില്ല. എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിട്ട് 9 മാസമായി. ശരി. ഓക്കെ, നമ്മളൊരു കുട്ടീനൊക്കെ നമ്മൾ നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യുമല്ലോ. കാരണം നമ്മൾ അത്രമാത്രം ആഗ്രഹിച്ചിട്ടൊന്നുമല്ലൊക്കെ. അപ്പോൾ 1 വയസ്സിലൊരു കുട്ടി മരിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു സങ്കടത്തിന്റെ പേരിൽ വിളിച്ചതാണ്. എനിക്ക് വേണ്ടിയിട്ട് പറയാനുള്ള 2 കാര്യം പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റുകൾ ആയുഷിന്റെ കീഴിലുള്ള രജിസ്റ്റർ ആയുള്ള ചികിത്സയുള്ള ആൾക്കാരെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഗവൺമെന്റ് ഡീറ്റെയിൽസിൽ കൊടുക്കണം. കാരണം ഓരോ ഡോക്ടറിന്റെ പേര് പറഞ്ഞിട്ട് പലരും പല ഭാഗത്ത് യുനാനി അല്ലെങ്കിൽ ഇതേമാതിരി അക്യുപഞ്ചർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ലെവലിക്കല്ല, ഇവരൊക്കെ രജിസ്റ്റേർഡ് ഡോക്ടർമാരാണ്, ഗവൺമെന്റ് സപ്പോർട്ടും കൂടിയുള്ള ഡോക്ടർമാരെന്നുള്ള രീതിക്കുള്ള കാര്യങ്ങൾ ഇത് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാനുള്ളത്, പ്രധാനമായിട്ടും നമ്മള് കാര്യങ്ങളല്ലേ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അനൂപാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ അനൂപ്, എന്താവും ഇത്തരം അശാസ്ത്രീയമാണെന്ന് അനായാസം ബോധ്യപ്പെടാൻ കഴിയുന്ന ആളുകളുടെ അടുത്തേക്കൊക്കെ കൂട്ടത്തോടെ ആളുകൾ പോകാനുള്ള കാരണം? അതിന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിന് നല്ല രീതിക്കൊരു പ്രൊമോട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ഒന്ന് റിവൈൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രം ഇതിനൊരു ഏറ്റവും നല്ലൊരു തീർപ്പുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ അത്തരം പരസ്യങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞില്ലേ? പണ്ട് അത്തരം പരസ്യങ്ങളൊക്കെ ഈ അത്ഭുത സിദ്ധി പരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന്റെ അളവ് പൂർണ്ണമായി മാറിയില്ലെങ്കിൽ അളവ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അത് മാക്സിമം നമ്മൾ ഇങ്ങനെ ഒരു പോളിസി പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് മാക്സിമം മാറാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഗവൺമെന്റ്
ഗവൺമെന്റ് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും മൂല്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്കും ജനങ്ങൾക്കുമാണ് ഇത് പ്രതിബദ്ധത കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. കാരണം വേറെ ഓപ്ഷൻ ഇല്ലാതായി പോവുകയാണ് ഇത് വരുന്നത്. അതിനെത്തി ഗവൺമെന്റ് എത്തി കൂടി ഒരു നല്ലൊരു സപ്പോർട്ട് ഇതിന് കൊടുക്കുന്ന രീതിക്കാണ് ഇത്. എത്രയോ കാലം കൊണ്ട് നമ്മളിത് കേട്ടോണ്ടിരിക്കുന്നതാണ് ഇങ്ങനത്തെ ഓരോരോ സയൻസ്, ജൂഡോ സയൻസ് എന്നൊരു മെച്ചപ്പെട്ട രീതിക്ക് ഇനിയെങ്കിലും വരണം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. രജീഷ് PM പറയുന്നു, ലോകം മുഴുവൻ ഒരേ ഒരു ചികിത്സാ രീതിയാണ് അലോപ്പതി. അത് അറിയാത്തവർ ഇരുട്ടിൽ AI കടന്നു വരുന്നതോടെ അതിവിപ്ലവമാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു. ശ്രീ മുഹമ്മദ് ആരിഫ് പറയുന്നു, പ്രാർത്ഥന നടത്തിയാൽ ഒരു ചികിത്സയും ഒരു രോഗവും മാറ്റാൻ പറ്റില്ല എന്നായിരിക്കും ശ്രീ മുഹമ്മദ് ആരിഫ് എഴുതിയത് എന്ന് തോന്നുന്നു. ഡേറ്റ് കഴിഞ്ഞ മരുന്ന് എനിക്കും കിട്ടിയിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം ഫോട്ടോ എടുത്തിട്ട് മരുന്ന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്ന് ജയകുമാർ പറയുന്നു. അനാചാരത്തെയും അന്ധവിശ്വാസത്തെയും വലിച്ചെറിയുന്നിട്ട് മനുഷ്യനായി ചിന്തിക്കൂ എന്നാണ് ഷാജി കണിയാമ്പറമ്പിൽ പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. ഈ ഇത്തരം അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ വലിച്ചെറിഞ്ഞ് മനുഷ്യരായി ജീവിക്കാൻ കഴിയണം. അവിടെ അത് എൻ്റെ മതം എങ്ങനെയൊക്കെ പറയുന്നു എന്നൊന്നും പറഞ്ഞു വരികയല്ല വേണ്ടത്. ഒരു മതവും അങ്ങനെ പറയുന്നില്ല. മതത്തിൻ്റെ പേരിൽ ചില മുതലെടുക്കാൻ നിൽക്കുന്ന ആളുകളൊക്കെയാണ് ഇതിലൊക്കെ പറയുന്നത് എന്നതുകൂടി ഓർക്കണം. ശ്രീ അനൂപാണ് ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ അശാസ്ത്രീയമായ ചികിത്സാ രീതികളെ? എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയുക? സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഞാൻ റേഡിയോ പിന്നെയാണ് സാർ ആ കമന്റ് വായിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കില്ലായിരുന്നു. ഓക്കെ, ആ ജയകുമാർ തന്നെയാണോ കമന്റ് എഴുതിയിരുന്നത്? ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കിട്ടേണ്ടവര്? സാറേ അതെ സാർ, എനിക്ക് ഹെൽത്ത് സെന്ററിൽ ഒരു 5-6 മാസം മുമ്പ് വന്നപ്പോഴത്തേക്ക് പ്രഷറിന്റെ ഗുളിക വന്നതിൽ എടുത്തപ്പോൾ ഡോക്ടർ ഇത് ആദ്യം ഈ കാലിൽ നീര് വന്നുകൊണ്ട് അദ്ദേഹത്തിനെ കാണിച്ചപ്പോൾ മരുന്ന് മാറ്റി എഴുതി തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, മാറ്റി എഴുതി തന്നപ്പോൾ ഈ ചെന്ന് അവിടുന്ന് അവരെ ഗുളിക വന്നു മാറ്റി തന്നു ഹെൽത്ത് സെന്ററിൽ നിന്ന്. അതിനെ കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് ചോദിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് കയറി. ഇത് തന്നെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറയുന്നു, അയ്യോ ഇത് ഡേറ്റ് കഴിഞ്ഞാണല്ലോ, ഡോക്ടറാണ് പറയണേ, ഡേറ്റ് കഴിഞ്ഞാണല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പൊ അതിന്റെ ഡാറ്റ ഒന്നും നമുക്ക് ഈ കണ്ണാടിയില്ലാതെ അവിടെ നോക്കാനൊന്നും പറ്റില്ല. അവർ ഇത് എഴുതിക്കണം, എക്സ്പെരിമെന്റ് എഴുതിക്കണമെന്ന് കാണാൻ പറ്റില്ല. അപ്പൊ ഡോക്ടർ ഇന്ന് എന്ത് ചെയ്യുന്ന എന്റെ ഗുളിക വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫോണിൽ ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു ഈ ഗുളിക അവിടെ കൊണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. കൊടുത്തിട്ട് അവരെ വിളിച്ച് പറഞ്ഞു ഈ നോക്കിയിട്ടേ കൊടുക്കാവൂ, ഈ മരുന്ന് കൊടുക്കരുത്, നോക്കിയിട്ടേ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. കൂടാതെ അദ്ദേഹം മുകളിലോട്ട് വിളിച്ച്. ശരി, മനസ്സിലായി താങ്കളുടെ ഒരു അവസ്ഥയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഭൂരിഭാഗം നല്ല മഹാഭൂരിഭാഗം പ്രേക്ഷകരും ഇത്തരം അശാസ്ത്രീയമായ ചികിത്സാ രീതികൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം. അത് നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയണം പൂർണ്ണമായും. ആ അർത്ഥത്തിലേക്ക് ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കൂടി കഴിയണം. എങ്ങനെയാണ് ചികിത്സ നൽകേണ്ടതെന്ന് സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസം നമ്മുടെ പാഠ്യപദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി പുതിയ തലമുറയെ പഠിപ്പിക്കാനും പഴയ തലമുറയിൽ ഉള്ള ആളുകളെയൊക്കെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതെങ്ങനെ പോരാ, ഇതിലും ശക്തമായി തന്നെ ഉണ്ടാവണം. ശക്തമായ നിയമ നടപടികൾ കൂടി ഉണ്ടാവണം എന്നുള്ള അതിശക്തമായ അഭിപ്രായ പ്രകടനങ്ങൾ തന്നെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഘടകം കൂടിയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.